അദ്ദേഹത്തിന്റെ ആദ്യത്തെ 13 വാക്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് ഇടയായത്. നമ്മൾ ഇന്ന് ദൈവം അനുവദിച്ചാൽ അടുത്ത 35 വരെയുള്ള വാക്യങ്ങൾ തീർക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം. 11-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതായിരിക്കുന്ന ഈ മാപ്പ് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഇത് സൗത്ത്, തെക്ക് ടോളമി ഈജിപ്ഷ്യൻ കിങ്ഡം. ഇത് നോർത്ത് വടക്ക് സിറിയൻ കിങ്ഡം, അല്ലെങ്കിൽ ഇതിന് വേണമെങ്കിൽ പാർട്ട് ഓഫ് യവന സാമ്രാജ്യം എന്ന് വേണമെങ്കിലും പറയാം, ഗ്രീക്ക് കിങ്ഡം എന്ന് വേണമെങ്കിലും പറയാം. സോ ദിസ് ഇസ് നോർത്ത് ആൻഡ് ദിസ് ഇസ് സൗത്ത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടതാണ്, ഈ പടത്തിൽ കണ്ടതാണ്, ഭൂപടത്തിൽ കണ്ടതാണ്. ഇതിന്റെ മധ്യയാണ് പലസ്തീൻ സ്ഥിതി ചെയ്യുന്നത്. ഇവർ തമ്മിലുള്ളതായിരിക്കുന്ന നിരന്തരമായിരിക്കുന്ന യുദ്ധം, അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർക്കാനിടയ നിരന്തരമായ യുദ്ധം. അതാണ് ഈ അധ്യായത്തിൽ 11-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിരന്തരമായി ഇവർ തമ്മിൽ യുദ്ധം ഉണ്ടായത് മുഖാന്തരം പലസ്തീന് ഉണ്ടായതായിരിക്കുന്ന ഏത് യുദ്ധവും അങ്ങോട്ട് എവിടെ ചെയ്താലും ആരെ ചെയ്താലും ഇച്ചിരി സൗണ്ട് കുറയ്ക്കാമോ അല്പം. ആരെ ചെയ്താലും ഇഫക്റ്റീവ്ലി അതിൻ്റെ അനന്തരഫലം അനുഭവിക്കുന്നത് പലസ്തീനുള്ളതായിരിക്കുന്ന ഈ ഇസ്രായേൽ ജനമാണ് എന്ന് നമുക്ക് ഓർക്കാനായിട്ടിടയായി. നമ്മൾ കഴിഞ്ഞ ആഴ്ച 13-ാം വാക്യം വരെയാണ് തീർത്തത്. അതിൻ്റെ അല്പം മുമ്പോട്ട് പോയാലും 10-ാം വാക്യത്തിൽ അവിടെ നമ്മൾ കണ്ടു, അവിടെ ഈജിപ്ഷ്യൻ രാജാവ് 11-ഉം 12-ഉം വാക്യങ്ങളിൽ ഈജിപ്ഷ്യൻ രാജാവ് താൻ ഒരു സിറിയയുമായിട്ട് യുദ്ധം ചെയ്തിട്ട് പൂർണ്ണമായിട്ട് ഈജിപ്ഷ്യന്റെ കയ്യിൽ സിറിയെ ഏൽപ്പിക്കാനിടയിൽ. അതാണ് നമ്മൾ 11-ാം വാക്യത്തിൽ കണ്ടത്. അങ്ങനെ സിറിയൻ സൈന്യത്തിൽ വലിയ ഒരു നഷ്ടം, ഒരുപാട് പേര് സിറിയൻ സൈന്യത്തിൽ നഷ്ടപ്പെടാനായിട്ടിടയായി. വലിയ ഒരു പരാജയം സിറിയയ്ക്ക് സംഭവിച്ചു. അതാണ് 11-ാം വാക്യത്തിൽ നമ്മൾ കാണാനിടയായത്. അതിൽ ഗർവം പൂണ്ടു അഥവാ അഹങ്കാരം ഉള്ളവനായി തീർന്നു ഈജിപ്ഷ്യൻ രാജാവ്. താൻ അതിനുശേഷം വളരെ മോശമായിരിക്കുന്ന ജീവിതം നയിച്ചു. എന്നിട്ട് തനിക്ക് ആഗ്രഹം തോന്നി യെരുശലേമിലേക്ക് പോകണം. യെരുശലേമിൽ ചെന്നു. യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു. ദേവാലയത്തിലുള്ളതായിരിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് പോകണം എന്നൊക്കെ അദ്ദേഹത്തിന് താല്പര്യം തോന്നി. അങ്ങനെ താൻ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അവിടെയുള്ളതായിരിക്കുന്ന പുരോഹിതനും മഹാപുരോഹിതനും ഒക്കെ പറഞ്ഞു, അങ്ങനെ പോകരുത്, അത് അനുവദനീയമല്ല എന്ന് പറഞ്ഞെങ്കിലും ഈ രാജാവ് പോകാനായിട്ട് ആഗ്രഹിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു ചോദിച്ചാൽ, അങ്ങനെ അതിവിശ്വസ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കുന്ന സമയം അവിടെ ദൈവം അവനെ അടിച്ചു. അവൻ പെട്ടെന്ന് താഴെ വീഴാനായിട്ടിടയായി ഈ രാജാവ്. അതുകൊണ്ട് എന്തുണ്ടായെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വളരെ അപമാനം തോന്നി. അദ്ദേഹം അനേക യഹൂദന്മാരെ ആ ഒരു സംഭവത്തോടുള്ള ബന്ധത്തിൽ കൊല്ലുവാനായിട്ടിടയായി. അതാണ് നമ്മൾ 12-ാം വാക്യത്തിൽ അവന്റെ ഹൃദയം ഗർവിച്ചു. അവൻ 10,000 പേരെ വീഴുമാറാക്കും, എങ്കിലും അവൻ പ്രാബല്യം പ്രാപിക്കുകയില്ല. എന്ന് വെച്ചാൽ അതിനോടുള്ള ബന്ധത്തിൽ ഈ യെരുശലേം അവൻ അനേകരെ അവിടെ കൊന്നു. ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ അതിനുശേഷം വാസ്തവത്തിൽ അവന്റെ ജീവിതത്തിൽ, ഈജിപ്തിന്റെ ജീവിതത്തിൽ അവർക്ക് വാസ്തവത്തിൽ ഡിക്ലൈൻ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 13-ാം വാക്യത്തിൽ ഞാനിത് വായിക്കുമ്പോൾ, വാസ്തവത്തിൽ വാക്യങ്ങൾ വായിക്കുമ്പം ആ രാജ്യം കൂടെ പറയാം. അപ്പൊ നിങ്ങൾക്ക് കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. 13-ാം വാക്യത്തിൽ വടക്കദേശ രാജാവ് മടങ്ങി വന്നു, മുമ്പിലത്തേതിനേക്കാൾ വലിയൊരു ജനസമൂഹത്തെ അണിനിരത്തും, ചില സംവത്സരം കഴിഞ്ഞിട്ട് അവൻ വലിയൊരു സൈന്യത്തോടും വളരെ സമ്പത്തോടും കൂടെ പോരും എന്നാണ് നമ്മൾ 13-ാം വാക്യത്തിൽ കണ്ടത്. എന്ന് വെച്ചാൽ സിറിയൻ രാജ്യം അവരെ വീണ്ടും ആദ്യം തോറ്റു. നമ്മൾ 11-ഉം 12-ഉം വാക്യങ്ങൾ 13-ാം വാക്യത്തിൽ സിറിയൻ രാജ്യം വീണ്ടും ആക്രമിച്ചു ഈജിപ്തിൽ ആക്രമിച്ചു, ഈജിപ്തിനെ പരാജയപ്പെടുത്തി അനേക സൈന്യത്തോടുകൂടി അവൻ തിരിച്ച് സിറിയയിലേക്ക് പോയി എന്നുള്ളതാണ് 13-ാം വാക്യം. അത് 201 BC ഒന്നും അത് 207 ആ പീരീഡിലാണ് അത് സംഭവിക്കുന്നത്. ഇനി 14-ാമത്തെ വാക്യം. ആ കാലത്ത് പലരും തെക്കേ ദേശത്തിലെ രാജാവിന്റെ നേരെ എഴുന്നേൽക്കും, നിന്റെ ജനത്തിലുള്ള അക്രമികൾ ദർശനത്തെ നിവർത്തിപ്പാൻ തക്കവണ്ണം മത്സരിക്കും, എങ്കിലും അവർ ഇടറി വീഴും. നമ്മൾ ഓർത്തല്ല 11-12 വാക്യങ്ങളിൽ ഈജിപ്റ്റ്
ഒരു ഡിക്ലൈനിങ് മോഡിലായി. അവരുടെ പ്രതാപകാലം അവസാനിച്ചു. അങ്ങനെ അവസാനിച്ചത് മുഖാന്തരം എന്തുണ്ടായെന്ന് ചോദിച്ചാൽ 14 വാക്യത്തിൽ അവർക്ക് ചുറ്റുമുള്ളതായിരിക്കുന്ന അനേക ജാതികൾ ഇവരെ ആക്രമിക്കാനായിട്ടിടയായി. അതാണ് നമ്മൾ വായിക്കുന്നത്. ആ കാലത്ത് പലരും തെക്കേദേശ രാജാവിന് നേരെ എഴുന്നേൽക്കും. അനേക രാജ്യങ്ങൾ അവരെ ആക്രമിക്കാനായിട്ടിടയായി. അപ്പോ ഈ സ്ഥിതി, ഇവരുടെ ഈജിപ്തിന്റെ സ്ഥിതി കണ്ടപ്പോ വാസ്തവത്തിൽ യഹൂദന്മാരെ അനേക നൂറ്റാണ്ടുകൾ എന്ന് വെച്ചാൽ അവർ മിസ്രൈമിൽ നിന്ന് പോകുന്നതിന് ശേഷം, അവര് കനാൻ നാട്ടിൽ സെറ്റിൽ ചെയ്തതിന് ശേഷം യഹൂദനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഈജിപ്റ്റാ. അവരുടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേരെ അവർ ഈജിപ്തിന്റെ അടുത്താണ് പോകുന്നത്. പക്ഷെ ഇപ്പൊ ഈജിപ്തിന് അല്പം ക്ഷീണമാണ്, അവരുടെ ആ പ്രതാപകാലം കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ഇതാണ് ഇവിടെ വായിക്കുന്നത്. നിന്റെ ജനത്തിലുള്ള അക്രമികൾ ദർശനത്തെ നിവർത്തിപ്പാൻ തക്കവണ്ണം മത്സരിക്കും. എന്ന് വെച്ചാൽ യഹൂദന്മാരിൽ അനേകര് ഇപ്പോ ഈജിപ്തിനോട് ഉള്ളതായിരിക്കുന്ന അവരുടെ ആ സ്നേഹബന്ധമൊക്കെ വിട്ടിട്ട് അവർ സിറിയയെ സ്നേഹിക്കാനായിട്ട് തുടങ്ങും. എന്ന് വെച്ചാൽ ഇത്രയും കാലത്തെ ഈജിപ്റ്റ് അവരെ സഹായിച്ചതൊക്കെ അവർ മറന്നുപോയിട്ട് അവര് സിറിയയെ സ്നേഹിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെയുള്ളവരെ ദൈവവചനം വിളിക്കുന്നത് എന്താ? നിന്റെ ജനത്തിലുള്ള അക്രമികൾ, റോബേഴ്സ് എന്നാണ് അവിടെ വായിക്കുന്നത്. ഇംഗ്ലീഷിൽ വായിക്കുന്നത് റോബേഴ്സ് ഓഫ് ദൈ പീപ്പിൾ എന്ന് പറയുന്നത്. നിന്റെ ജനത്തിലുള്ള അക്രമികൾ. അനേക കാലങ്ങളിൽ, അനേക നൂറ്റാണ്ടുകൾ തന്നെ ഇവരിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചിട്ട് ഇപ്പോ ഈ സമയത്ത് അവർക്ക് അല്പം ക്ഷീണമായപ്പോ എന്തുണ്ടായി? അവര് നിങ്ങളെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ സിറിയയുടെ പുറകെ പോകാനായിട്ടിടയായി. അപ്പൊ വാസ്തവത്തിൽ ഞാനത് വായിച്ചപ്പോ ഓർത്തു, നമ്മുടെയൊക്കെ ജീവിതത്തിലും പണ്ട് കാലങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഭൗതികമായ കാര്യം പറയുന്നത്, നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ വിസ്മരിക്കാനായിട്ട് പാടില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ കേവലം അത് തഴഞ്ഞിട്ട് അവരുടെ കഷ്ടകാലത്തിൽ അവരെ പരിഗണിക്കാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ ചെയ്താൽ അതിനെ ദൈവവചനം വിളിക്കുന്ന പേരെന്താ? റോബേഴ്സ് ഓഫ് ദൈ പീപ്പിൾ. അവരെ അക്രമികൾ, പിടിച്ചുപറിക്കാർ എന്നാണ് വിളിക്കുന്നത്. അതാണ് 14 വാക്യം. അവിടെ ഈജിപ്തിന്റെ കഷ്ടകാലത്ത് അനേകര്, ചുറ്റുമുള്ള ആൾക്കാർ അവരെ ആക്രമിക്കും. അതോടൊപ്പം തന്നെ യഹൂദന്മാരിൽ പലരും അവരെ വിട്ടുമാറാനിടയാകും. ഇനി 15 വാക്യം. എന്നിട്ട് അവിടെ അവസാനം എങ്കിലും അവർ ഇടറി വീഴും എന്ന് വായിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഇതറിഞ്ഞ ഈജിപ്ഷ്യൻ രാജാവ് വന്ന് പലസ്തീനെ ആക്രമിച്ച് പലസ്തീനെ വീണ്ടും തന്റെ കീഴിലാക്കുന്നതാണ്. എങ്കിലും അവർ ഇടറി വീഴും എന്ന് കാണുന്നത് വാസ്തവത്തിൽ എത്ര ശരിയല്ലേ. നമ്മൾ 10 അധ്യായത്തിൽ നമ്മൾ കണ്ടത് മറക്കാതിരിക്കാൻ സാധ്യത. സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവവചനത്തിൽ പ്രവചനമായിട്ട് എഴുതിയിരിക്കുന്നത് വള്ളിപുള്ളി തെറ്റാതെ ഈ അധ്യായത്തിൽ 11 അധ്യായത്തിൽ അത് ശരിയായി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചും വളരെ അതിശയകരമായിരിക്കുന്ന വിഷയമാണ്. ഇനി 15 വാക്യം. എന്നാൽ വടക്കേ ദേശത്തിലെ രാജാവ് വന്ന് വാടകോരി ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിക്കും. തെക്കേ പടക്കൂട്ടങ്ങളും ഈജിപ്തിന്റെ ശ്രേഷ്ഠ ജനം ഉറച്ചു നിൽപ്പാൻ ഈജിപ്തിന് ശക്തി ഉണ്ടാകുകയില്ല എന്ന് വായിക്കുക 15 വാക്യത്തിൽ. 16 വാക്യം കൂടെ, ഈജിപ്തിന്റെ നേരെ വരുന്നവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കും, ആരും ഈജിപ്തിന്റെ മുമ്പാകെ നിൽക്കുകയില്ല. അതാണ് 15ഉം 16ഉം വാക്യങ്ങളിൽ. അവിടെ നമുക്ക് വളരെ ക്ലിയർ ആണ്. വടക്കേ ദേശത്തിലെ രാജാവ് വന്ന് വീണ്ടും ഈജിപ്തിനെ പിടിക്കും, അല്ലേ? അതാണ് 15 വാക്യം നമ്മൾ കണ്ടത്. ആർക്കും വടക്കേ ദേശ രാജാവ് അഥവാ സിറിയയുടെ മുമ്പാകെ നിൽക്കുവാനായിട്ട് സാധ്യമാകുകയില്ല എന്നുള്ളതാണ്. അവന്റെ 16 വാക്യത്തിൽ ആരും അവന്റെ മുമ്പാകെ നിൽക്കുകയില്ല. അവൻ മനോഹര ദേശത്ത് നിൽക്കും, അവന്റെ കയ്യിൽ സംഹാരം ഉണ്ടായിരിക്കും. അതൊരു പ്രത്യേക സംഭവമാണ്. ഈജിപ്തിനെ സിറിയൻ രാജാവ് വന്ന് ആക്രമിച്ച് സിറിയ അടക്കും, സിറിയ ഡിഫീറ്റ് ചെയ്യും. താൻ തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം ആ ഭൂപടത്തിൽ കാണാം അവര് തിരിച്ചു പോകുന്നത് ഇസ്രയേലിൽ കൂടെ, അല്ലേ? അങ്ങനെ ഇസ്രയേലിലേക്ക് വരുമ്പോ എന്തുണ്ടാവുമെന്ന് ചോദിച്ചാല് ഇസ്രയേല്യര് അവരെ സ്വീകരിക്കും. സിറിയൻ സൈന്യത്തെ സ്വീകരിക്കും. അന്ത്യോക്യസ് എന്നാണ് സിറിയൻ രാജാവിന്റെ പേര്. അന്ത്യോക്യസിനെ സ്വീകരിച്ചിട്ട് അവർക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം, വെള്ളം, അവരുടെ മൃഗങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരമൊക്കെ കൊടുക്കും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ അവന്റെ കയ്യിൽ സംഹാരം ഉണ്ടായിരിക്കും എന്നുള്ളത് രണ്ടർത്ഥമാണ് സംഹാരം എന്ന വാക്കിന് കാണാനായിട്ട് സാധിക്കുന്നത്. ഇംഗ്ലീഷിൽ വിച്ച് ബൈ ഹിസ് ഹാൻഡ് ഷാൽ ബി കൺസ്യൂംഡ് എന്ന് വെച്ചാൽ തിരിച്ചു വരുമ്പം ഇവർക്ക് ആവശ്യമായിരിക്കുന്ന ആഹാര സാധനങ്ങളെല്ലാം ഇസ്രയേൽ കൊടുക്കുന്നത് കൊണ്ട്
അവർക്ക് ഭയങ്കര ക്ഷാമമുണ്ടാകും. അല്ലെങ്കിൽ നമുക്കറിയാം ഈ യുദ്ധം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്തൊക്കെ ഇവർക്ക് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇവർക്ക് വലിയ ഭയങ്കര ക്ഷാമമുണ്ടാകും. ജോസഫസ് എഴുതിയ ഒരു കാര്യം ഞാനിവിടെ രേഖപ്പെടുത്തി. ജോസഫസ് എന്ന ഹിസ്റ്റോറിയൻ, ഇറ്റ് ഹാപ്പൻ ദാറ്റ് വെദർ ഹി, ദാറ്റ് ഇസ് ആന്റിയോക്കസ്, was conqueror or conquered, they, that is Israel, suffered alike, so that they were like a ship at sea in a storm, tossed by the waves of both sides, on both sides. ഒരു കപ്പൽ അല്ലെങ്കിൽ ഒരു ബോട്ട് കടലിലൂടെ പോകുമ്പോൾ രണ്ട് സൈഡിലും വലിയ തിരമാലകൾ വന്ന് ഈ ബോട്ടിനെ ടോസ് ചെയ്യുന്നത് പോലെയാ. അന്ത്യോക്യസ് അഥവാ സിറിയൻ രാജാവ് അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ രാജാവ് ജയിച്ചാലും തോറ്റാലും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാകുന്ന ആർക്കാം? അതിന്റെ പ്രശ്നം ഉണ്ടാകുന്നത് പലസ്തീന. കാര്യം പലസ്തീനിൽ കൂടെ ഇവർക്ക് പോകാനൊക്കത്തുള്ളൂ, പലസ്തീനിൽ കൂടെ വരാനൊക്കത്തുള്ളൂ. ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന പലസ്തീനോട് അടുത്തുള്ള സ്ഥലത്തൊക്കെ മീറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പൊ ഇവർക്ക് എപ്പോഴും പ്രശ്നം, എങ്ങനെ ഉണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവർക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇവര് തിരിച്ചു വരുമ്പം, അന്ത്യോക്യസ് രാജാവ് ജയിച്ച് തിരിച്ചു വരുമ്പോ ഇസ്രയേൽ അവരെ വെൽക്കം ചെയ്യും, അവർക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം കൊടുക്കും. ബട്ട് ദാറ്റ് മേക്സ് അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, അവരുടെ ഇക്കണോമി അത് മുഖാന്തരം ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാൻ ഇടയാകും. അതാണ് ഹിസ് ഹാൻഡ് ഷാൽ ബി കൺസ്യൂംഡ് എന്ന അർത്ഥത്തിൽ അതിനെ സംഹാരം എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിന് വേറെ രീതിയിലുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. വി ഷാൽ ബി പെർഫെക്റ്റഡ് ഓർ പ്രോസ്പർ ഫ്ലറിഷ് ഇൻ ഹിസ് ഹാൻഡ്. അവന്റെ കയ്യിൽ പൂർണ്ണതയുണ്ടാകും. സംഹാരം എന്ന വാക്കിന് പൂർണ്ണത എന്നും അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ അർത്ഥം, ഇവൻ തിരിച്ചു വരുമ്പോൾ, അന്ത്യോക്യസ് രാജാവ് തിരിച്ചു വരുമ്പോൾ അവനെ വളരെ സ്നേഹത്തോടുകൂടി ഇസ്രയേലിയറ്റ്സ് അഥവാ യഹൂദന്മാർ സ്വീകരിച്ചത് മുഖാന്തരം അവർക്ക് അവരുടെ ആ പലസ്തീൻ പുതുക്കി പണിയാനായിരിക്കുന്ന ഒരുപാട് സഹായം അന്ത്യോക്യസ് ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. അന്ത്യോക്യസ് ചെയ്തു. തന്നെയുമല്ല, ഒരുപാട് പേര് ഈ യുദ്ധങ്ങളുടെ മധ്യേ അവര് ഓടിപ്പോകാനിടയായി. അപ്പം അങ്ങനെയുള്ളവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ടും അന്ത്യോക്യസ് രാജാവ് സഹായം ചെയ്യാനായിട്ടിടയായി. അതാണ് പെർഫെക്റ്റഡ് എന്ന അർത്ഥത്തിൽ. അപ്പോ യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദന് ധനപരമായിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായെങ്കിലും അന്ത്യോക്യസ് രാജാവ് തന്നെ സഹായിക്കാനായിട്ട് ഇടയായി. അതാണ് 15ഉം 16ഉം വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? കോംപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും അന്ത്യോക്യസും ഈജിപ്തും ഒക്കെ പറയുന്നതുകൊണ്ടുള്ളൊരു പ്രാക്ടിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്കറിയാം. അത് ഇപ്പൊ നമുക്ക് അതിനകത്തൊന്നും ഒരു രക്ഷയില്ല. നിങ്ങൾ വേണമെങ്കിൽ കൈകൊണ്ട് പേനയൊക്കെ ഉള്ളവരൊന്ന് എഴുതി വെച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടത് 14ഉം 15ഉം വാക്യത്തിൽ നമ്മൾ കണ്ടത് ഈജിപ്തിന് ഭയങ്കരമായിരിക്കുന്ന ക്ഷീണമുണ്ടാകും. അതുകൊണ്ട് യഹൂദന്മാരിൽ പലരും ഈജിപ്തിനെയൊക്കെയുള്ള സ്നേഹം വിട്ടിട്ട് അവര് സിറിയയെ സ്നേഹിക്കാനായിട്ട് തുടങ്ങും. അവരെ ദൈവവചനം അക്രമികൾ എന്നാണ് പറയുന്നത്. 15ഉം 16ഉം വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് സിറിയ വന്ന് വീണ്ടും ഈജിപ്തിനെ ആക്രമിക്കുകയും അങ്ങനെ ആക്രമിച്ച് തിരിച്ചു വരുന്ന സമയത്ത് സിറിയൻ രാജാവിനെ ഇസ്രയേൽ അഥവാ യഹൂദന്മാര് അവനെ സ്വീകരിക്കുകയും അവന് വേണ്ടതായിരിക്കുന്ന ഉദവി നൽകുകയും ചെയ്യും. അത് അവർക്ക് ഫൈനാൻഷ്യൽ വലിയ ബേർഡൻ ഉണ്ടാകും എന്നുള്ളതാണ്. എങ്കിലും അവരുടെ രാജ്യം പുതുക്കി പണിയാനായിട്ട് അന്ത്യോക്യസ് രാജാവ് സഹായിക്കും എന്നുള്ളതാണ്. ഇനി 17ാമത്തെ വാക്യം, അവൻ എന്ന് വെച്ചാൽ ഈജിപ്റ്റ് തന്റെ സർവ്വരാജ്യത്തിന്റെയും ശക്തിയോടുകൂടെ വരുവാൻ താല്പര്യം വെക്കും. എന്നാൽ സിറിയ ഈജിപ്തിനോട് ഒരു ഉടമ്പടി ചെയ്തു. സിറിയയുടെ നാശത്തിനായി തന്റെ മകളെ ഭാര്യയായി കൊടുക്കും. എങ്കിലും അവൾ നിൽക്കുകയില്ല, സിറിയയ്ക്ക് നിൽക്കുകയില്ല, സിറിയയ്ക്ക് ഇരിക്കുകയുമില്ല. അപ്പൊ എന്താ ഉണ്ടാകുന്നത് വെച്ചാല്, ഈ പ്രശ്നങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോ ഈജിപ്റ്റ് തന്റെ സകല സൈന്യത്തോടും കൂടെ സിറിയയെ ആക്രമിക്കാനായിട്ട് വരും. ആ സമയം ആയപ്പോഴത്തേക്ക് റോമിന്റെ സഹായം ഈജിപ്റ്റ് റോമിന്റെ സഹായം ആവശ്യപ്പെടും. അങ്ങനെ സർവ്വസൈന്യത്തോടുകൂടി സിറിയയെ ആക്രമിക്കാനായിട്ട് ഈജിപ്റ്റ് തയ്യാറാകും. അപ്പൊ ഇത് അറിഞ്ഞതായിരിക്കുന്ന സിറിയൻ രാജാവ് തന്റെ മകളെ ഈജിപ്ഷ്യൻ രാജാവിന് വിവാഹം കഴിച്ചു കൊടുക്കും. ആ മകളുടെ പേരാണ് ക്ലിയോപാട്ര സൈറ എന്ന. നമ്മൾ അറിയാവുന്ന ക്ലിയോപാട്ര അല്ല. നമ്മൾ അറിയുന്ന ക്ലിയോപാട്ര എന്ന് പറയുന്നത് മാർക്ക് ആന്റണി ഒക്കെ ഉള്ളതായിരിക്കുന്ന ക്ലിയോപാട്ര റോമുമായിട്ട് ഉണ്ടായിരുന്നതായിരിക്കുന്ന ലാസ്റ്റ് ഫാറോ ഓഫ് ഈജിപ്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ക്ലിയോപാട്ര എന്ന് നമ്മൾ അറിയുന്ന ക്ലിയോപാട്ര. പക്ഷെ ഇതല്ല, ഇതൊക്കെ അവരുടെ വല്യമ്മച്ചി എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയോപാട്ര സൈറ എന്ന് പറയുന്നതായിരിക്കുന്ന സിറിയൻ ലേഡിയെ ഈജിപ്തിലെ രാജാവിന്
കൊടുക്കും. അവന്റെ ലക്ഷ്യം, സിറിയയുടെ ലക്ഷ്യം എന്തായിരുന്നു ചോദിച്ചാൽ എങ്ങനെയെങ്കിലും അവന്റെ ഐഡിയാസ് ഒക്കെ ഒന്ന് ചോർത്തിയെടുക്കണം, കഴിയുമെങ്കിൽ ഈജിപ്തിലെ രാജാവിനെ കൊല്ലണം. ഇതാണ് സിറിയൻ രാജാവ് ആഗ്രഹിച്ചത്. പക്ഷെ ഈജിപ്ഷ്യന്റെ ഈ ലേഡി ക്ലിയോപാട്ര എന്ന ലേഡി കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ താൻ ഈജിപ്തിലെ രാജാവുമായിട്ട് സ്നേഹത്തിലായി. അങ്ങനെ ഇവന്റെ ഇഷ്ടത്തിനൊന്നും, പിന്നെ സിറിയൻ രാജാവിന്റെ ഇഷ്ടത്തിനൊന്നും അവൾ നിന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ വായിക്കുന്ന 17-ാം വാക്യത്തിൽ അവൻ, അഥവാ എന്ന് വെച്ചാൽ ഈജിപ്റ്റ് തന്റെ സർവ്വരാജ്യത്തിന്റെ ശക്തിയോടെ വരുവാൻ താല്പര്യം വെക്കും, എന്നാൽ സിറിയ ഈജിപ്തിനോട് ഒരു ഉടമ്പടി ചെയ്തു, സിറിയയുടെ നാശത്തിനായി തന്റെ മകളെ ഭാര്യയായി കൊടുക്കും, ഈജിപ്തിന് ഭാര്യയായി കൊടുക്കും. എങ്കിലും അവൾ സിറിയയ്ക്ക് നിൽക്കുകയില്ല, സിറിയയ്ക്ക് ഇരിക്കുകയുമില്ല. എന്ന് വെച്ചാൽ സിറിയൻ രാജാവുമായിട്ട് ഈ മകൾ അവളുടെ അപ്പനുമായിട്ടുള്ളതായിരിക്കുന്ന ബന്ധം ഒക്കെ അവസാനിപ്പിച്ച് ഇപ്പൊ ഈജിപ്തുമായിട്ട് അവൾ ബന്ധം വെക്കും എന്നുള്ളതാണ്. അതാണ് 17-ാമത്തെ വാക്യം. ഇനി 18-ാമത്തെ വാക്യം, 18-ഉം 19-ഉം വാക്യം ഞാൻ ഒരുമിച്ച് വായിക്കാം. പിന്നെ അവൻ തീരപ്രദേശങ്ങളിലേക്ക് അവൻ എന്ന് പറയുന്നത് സിറിയ തീരപ്രദേശങ്ങളിലേക്ക് മുഖം തിരിച്ച് പലതും പിടിക്കും. അനേക സ്ഥലങ്ങൾ അവൻ പിടിക്കാനായിട്ടിടയാം. അനേക തീരപ്രദേശം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് സിറിയ തന്റെ യുദ്ധം വ്യാപിക്കും. ഇത്ര നാൾ നമ്മൾ കണ്ടിരുന്നത് ഈജിപ്തിലേക്കാണ്. ഇപ്പൊ ഇവിടെ യൂറോപ്പിലേക്കൊക്കെ അവന്റെ യുദ്ധം വ്യാപിപ്പിക്കാനായിട്ട് ഇടയാകും സിറിയ. എന്നാൽ സിറിയ കാണിച്ച നിന്ന ഒരു അധിപതി നിർത്തലാക്കും, അത്രയുമല്ല അവന്റെ മേൽ തന്നെ വരുത്തും. എന്താ ഉണ്ടാകുന്നത് ചോദിച്ചാല് സിറിയ യൂറോപ്പിലേക്ക് തന്റെ യുദ്ധം വ്യാപിച്ചിട്ട് അവിടെയുള്ളതായിരിക്കുന്ന അനേക സ്ഥലങ്ങളെ പിടിച്ചെടുക്കും. ആ സ്ഥലങ്ങളൊക്കെ വാസ്തവത്തിൽ റോമിന്റെ അധീനതയിലുള്ള സ്ഥലങ്ങളായിരുന്നു. അത് സിറിയൻ രാജാവായിരിക്കുന്ന അന്ത്യോക്യസ് പിടിച്ചെടുക്കാനായിട്ട് ഇടയാകും. അത് വാസ്തവത്തിൽ റോമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നിന്ദയായിട്ട് റോം കണക്കാക്കും. അവരെ നിന്ദിച്ചതായിട്ട്, അവരെ കൊച്ചാക്കിയതായിട്ട്, അവരുടെ സ്ഥലമൊക്കെ പിടിച്ചെടുത്തത് ചെറുതാക്കിയതായിട്ട് അവർക്ക് തോന്നും. അതുകൊണ്ട് ഒരു അധിപതി അത് നിർത്തലാക്കും. എന്ന് വെച്ചാൽ ആ യുദ്ധത്തിൽ വാസ്തവത്തിൽ സിറിയ തോൽക്കാനായിട്ട് അഥവാ സിറിയൻ രാജാവിന് അവിടുന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വരും. അതാണ് റോം അറ്റാക്ട് ആൻഡ് ഡിഫീറ്റഡ് സിറിയ. അതാണ് സിറിയൻ രാജാവ് ആന്റിയോക്കസിനെ റോം അറ്റാക്ട് ആൻഡ് ഡിഫീറ്റഡ്. അതാണ് നമ്മൾ 18-ാം വാക്യത്തിൽ. പിന്നെ സിറിയ 18-ാം വാക്യം, അവൻ തീരപ്രദേശങ്ങളിൽ മുഖം തിരിച്ച് പലതും പിടിക്കും, അനേക യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പിടിക്കും. എന്നാൽ അവൻ കാണിച്ചു നിന്ന ഒരു അധിപതി നിർത്തലാക്കും, എന്ന് വെച്ചാൽ റോം നിർത്തലാക്കും. അത്രയുമല്ല, അവന്റെ മേൽ തന്നെ വരുത്തും. 19-ാം വാക്യം, പിന്നെ സിറിയൻ രാജാവ് സ്വദേശത്തിലെ കോട്ടകളുടെ നേരെ മുഖം തിരിക്കും, എങ്കിലും അവൻ ഇടറി വീണ് ഇല്ലാതെയാകും. എന്ന് വെച്ചാൽ അവൻ തോറ്റു. റോം അവനെതിരാണെന്ന് കണ്ടപ്പോ അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ച് അവന്റെ സ്ഥലത്തേക്ക്, അതാണ് സ്വദേശത്തിലെ കോട്ടകൾ എന്ന് വെച്ചാൽ അവന്റെ രാജ്യത്തേക്ക് തിരിച്ചു വരും. അവൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം അതാണല്ലോ അല്ലേ, അവിടേക്ക് തന്നെ അവൻ തിരിച്ചു വരും. എന്നിട്ട് എന്തോ ഉണ്ടാകും എന്ന് ചോദിച്ചാല്, അവൻ റോമൻ രാജാവിന്റെ അടുക്കിലേക്ക് സ്യൂ ഫോർ പീസ് എന്ന് വെച്ചാല് അവൻ സമാധാനത്തിനായിട്ട് അപേക്ഷിക്കും. റോമൻ രാജാവിന്റെ അടുക്കിലേക്ക് സമാധാനത്തിനായിട്ട് അപേക്ഷിക്കും. അപ്പൊ റോമൻ രാജാവ് അവന്റെ ആഗ്രഹം പോലെ അവനോട് സമാധാനത്തിനായിട്ട് ഉടമ്പടി കൊടുക്കും. പക്ഷേ അതിനുവേണ്ടി വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. അവനോട് പറയും, ഇനി ഒരു കാലത്തും യൂറോപ്പിലേക്ക് കാലുകുത്തിയേക്കരുത്. അത് 1-ാമത്തെ കണ്ടീഷൻ. പിന്നീട് അതുപോലെ തന്നെ ഈ ഉണ്ടായ യുദ്ധത്തിന്റെ മുഴുവൻ ചെലവും അവൻ വഹിക്കണം. എന്ന് വെച്ചാൽ റോമിന് വന്ന നഷ്ടം മുഴുവൻ കൊടുക്കണം എന്ന് പറയും. അതുപോലെ തന്നെ അവൻ പിടിച്ചെടുത്ത രാജ്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണം എന്ന് പറയും. അതുപോലെ തന്നെ 20 ഹോസ്റ്റേജസിനെ ബന്ദി എന്ന് വെച്ചാൽ കാര്യങ്ങൾ ഇത് ചെയ്തോ ഇല്ലയോ എന്നറിയാനായിട്ട് ഇവന്റെ പ്രധാനപ്പെട്ട 20 പേരെ റോമിലേക്ക് കൊടുക്കണം, റോമിലേക്ക് ഹോസ്റ്റേജസ് ആയിട്ട് കൊടുക്കണം എന്ന് പറയും. അങ്ങനെ തന്റെ മകൻ ആന്റിയോക്കസ് എപ്പിപ്പാനോസ് അന്ത്യോക്യസ് എന്ന് പറയുന്നതായിരിക്കുന്ന തന്റെ മകൻ, പിന്നീട് നമ്മൾ പഠിക്കുന്നതായിരിക്കുന്ന വ്യക്തിയെ, അദ്ദേഹത്തെയും റോമിലേക്ക് ഹോസ്റ്റേജസ് ആയിട്ട് ഈ തന്റെ പിതാവായിരിക്കുന്ന അന്ത്യോക്യസ് III ദ ഗ്രേറ്റ് എന്ന രാജാവ് റോമിലേക്ക് ഹോസ്റ്റേജസ് ആയിട്ട് കൊടുക്കാനായിട്ട് ഇടയായി. അതാണ് നമ്മൾ 18-ഉം 19-ഉം വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. വായിച്ച് മനസ്സിലായി. പിന്നെ സിറിയൻ രാജാവ് സ്വദേശിലെ കോട്ടകളുടെ നേരെ മുഖം തിരിക്കും, എങ്കിലും അവൻ ഇടറി വീണ് ഇല്ലാതെയാകും. അതെന്തുണ്ടാകുന്ന ചോദിച്ചാൽ, വലിയൊരു എമൗണ്ട് ഈ റോമിന് കൊടുക്കണം എന്ന് വന്നപ്പോ അതിന്റെ പൈസ ഉണ്ടാക്കണമല്ലോ. അവൻ വീണ്ടും യുദ്ധത്തിന് പോകും. ഈ റോമുമായിട്ട് ബന്ധപ്പെടാത്ത സ്ഥലത്തേക്ക് യുദ്ധത്തിന് പോകും. അങ്ങനെ യുദ്ധത്തിന് പോയി കഴിയുമ്പം അവിടെ വെച്ച്
അവൻ മരിക്കുവാനായിട്ട് ഇടയാകും. അതാണ് അന്ത്യോക്യസിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. 36 വർഷം താൻ രാജാവായിട്ട് ഭരിച്ചു. വലിയ വലിയ കഴിവുള്ളതായിരിക്കും രാജാവായിരുന്നു. പക്ഷേ അവസാനം അവന് വളരെ മോശമായിരിക്കുന്ന ഒരു ഇൻഗ്ലോറിയസ് അഥവാ ഒരു മഹത്വമില്ലാത്തതായിരിക്കുന്ന ഒരു മരണമാണ്, ഒരു പടക്കളത്തിൽ വെച്ച് മരിച്ചു പോകാനുള്ളതായിരിക്കുന്ന സാഹചര്യം അന്ത്യോക്യസ് രാജാവിന്, അന്ത്യോക്യസ് III ദ ഗ്രേറ്റിന് ഉണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. അതാണ് ഇവിടെ നമ്മൾ 19ാം വാക്യത്തിൽ എങ്കിലും അവൻ ഇടറി വീണു ഇല്ലാതെയാകും എന്ന് വെച്ചാൽ ഈ റോമൻ രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം അവൻ ധനം സമ്പാദിക്കാനായിട്ട് ചില രാജ്യങ്ങളെ ആക്രമിക്കാൻ പോകും. പക്ഷേ അവിടെ വെച്ച് അവൻ മരിച്ചു പോകുവാനായിട്ട് ഇടയാകും. അതാണ് 18ഉം 19ഉം വാക്യങ്ങൾ. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ഇല്ലല്ല. ശരിയാണല്ലോ അല്ലേ? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നു, ഒന്ന് ശ്വാസം വിടാലോ നമുക്കെല്ലാം. ഓക്കെ, ഇനി 20ാമത്തെ വാക്യം. അവന് പകരം എഴുന്നേൽക്കുന്നവൻ, അന്ത്യോക്യസ് III ദ ഗ്രേറ്റിന് പകരം എഴുന്നേൽക്കുന്നവൻ തന്റെ രാജ്യത്തിന്റെ മനോഹര ഭാഗത്തുകൂടി ഒരു അപഹാരി അയക്കും, എങ്കിലും കുറെ ദിവസത്തിനകം അവൻ സംഹരിക്കപ്പെടും. അതാണ് എന്ന് വെച്ചാൽ അന്ത്യോക്യസ് രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ സെലൂക്കസ് IV ഫിലാപ്പറ്റോർ എന്ന് പറയുന്ന വ്യക്തി രാജാവായി വന്നപ്പോ തനിക്ക് വലിയ ഒരു കപ്പം അത് അങ്ങനെ രാജാവ് വന്നപ്പോൾ ഒന്നാമത് എന്നോട് എഴുതിയിരിക്കും, ഹി ഹാഡ് ടു ഗിവ് ഹിസ് സൺ ആസ് എ ഹോസ്റ്റേജ് ആൻഡ് റോം റിലീസ്ഡ് അന്ത്യോക്യസ് എപ്പിഫാനോസ് ഇൻ റിട്ടേൺ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇപ്പോ നേരത്തെ നമ്മൾ കണ്ടല്ലോ 20 പേരെ റോമിൽ ഹോസ്റ്റേജാ, അത് അന്ത്യോക്യസിന്റെ കാലത്ത്. എന്നാൽ ഇപ്പോ അന്ത്യോക്യസിന് ഒരു മകൻ വന്നപ്പോ റോം പറഞ്ഞു ഒരാളെയും കൂടെ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മകൻ സെലൂക്കസ് IV ഫിലാപ്പറ്റോർ തന്റെ മകനെ, തന്റെ മൂത്ത പുത്രനെ തന്നെ റോമിലേക്ക് ഹോസ്റ്റേജസ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ കൊടുത്തപ്പോ റോംകാര് അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് നമ്മൾ വിളിക്കുന്ന അന്ത്യോക്യസിനെ അവിടെ നിന്ന് റിലീസ് ചെയ്തു. തന്റെ പിതാവ് അന്ത്യോക്യസ് എപ്പിഫാനസിനെ കൊടുത്തതായിരുന്നു, പക്ഷേ പിതാവിന്റെ ഏറ്റവും ഇളയ മോന അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അത് കൊടുത്തതായിരുന്നു. ഇപ്പം അവനെ റിലീസ് ചെയ്തു വിട്ടു. എന്നിട്ട് ഈ സെലൂക്കസ് IV ഫിലാപ്പറ്റോറിന്റെ മകനെ ഹോസ്റ്റേജസ് ആയിട്ട് അവരെടുത്തു. അവരങ്ങനെ ചെയ്യും കേട്ടോ. ഈ രാജ്യം ആക്രമിച്ചു കഴിഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് ഒക്കെ ചെയ്താൽ ആ എഗ്രിമെന്റ് നടത്തും എന്നുള്ളതിന്റെ എന്താ തെളിവുള്ളതെന്ന് വെച്ചാൽ സ്വന്തം മക്കളെയും ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ ഹോസ്റ്റേജസ് ആയിട്ട് കൊടുത്തേ ഒക്കത്തുള്ളൂ. അപ്പൊ റോമിന് 20 പേരെ വേണമായിരുന്നു, അതായിരുന്നു അവരുടെ നിയമം. പുതിയ രാജാവ് വന്നപ്പം നിങ്ങളുടെ മകനെ തന്നേരെന്ന് പറഞ്ഞിട്ട് തന്റെ സഹോദരൻ സെലൂക്കസ് IV ഫിലാപ്പറ്റോറിന്റെ സഹോദരനാണ് ആന്റിയോക്കസ് എപ്പിഫാനോസ് എന്ന വ്യക്തി തന്നെ റിലീസ് ചെയ്തു. ഇനി ഈ ഭാഗം നമ്മൾ ഈ വാക്യത്തിൽ 20ാം വാക്യത്തിൽ അവന് പകരം എഴുന്നേൽക്കാൻ തന്റെ രാജ്യത്തെ മനോഹര ഭാഗത്തൂടെ ഒരു അപഹാരി അയക്കും, എങ്കിലും കുറെ ദിവസത്തിനകം അവൻ സംഹരിക്കപ്പെടും. എന്ന് വെച്ചാൽ വലിയൊരു തുക ഈ വ്യക്തിക്ക് സെലൂക്കസ് IV ഫിലാപ്പറ്റോറിന് റോമിലേക്ക് കൊടുക്കാൻ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഈ തുക സമാഹരിക്കുന്നതിനായിട്ട് അവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ തന്റെ ഫൈനാൻസ് മിനിസ്റ്റർ പേര് ഹീലിയോഡോറസ് അവനെ തന്നെ ഇസ്രയേലിലേക്ക് അയക്കും. ഇസ്രയേൽ ദേവാലയത്തിലേക്ക് അയക്കും. ദേവാലയത്തിലെ ധനമൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് അയക്കും. പക്ഷെ ചരിത്രം പറയുന്നത് ഹി ഹാഡ് ടു കം ബാക്ക് എംപ്റ്റി ഹാൻഡഡ് ബിക്കോസ് ഗോഡ് ഡിഡ്ന്റ് അലൗ ഹിം ടു ടേക്ക് ദ മണി ഔട്ട്. ഏതായാലും ഈ രാജാവ് സെലൂക്കസ് IV ഫിലാപ്പറ്റോർ എന്ന രാജാവ് തന്റെ ഫൈനാൻസ് മിനിസ്റ്ററിനെ തന്നെ ഹീലിയോഡോറസ് എന്ന വ്യക്തിയാണ്, അദ്ദേഹത്തെ തന്നെ അങ്ങോട്ട് അയക്കും. ഇസ്രായേലിലേക്ക് അയക്കും, അവിടെ ദേവാലയത്തിലേക്ക്. അതാണ് നമ്മൾ 20ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. മനോഹര ഭാഗത്തൂടെ അപഹാരി അയക്കും. ഹീലിയോഡോറസ് എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തിയെ സിറിയൻ രാജാവ് അയക്കും. എങ്കിലും കുറെ ദിവസത്തിനകം സിറിയൻ രാജാവ് സംഹരിക്കപ്പെടും. എന്ന് വെച്ചാൽ ഹീലിയോഡോറസ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അവൻ ഈ സെലൂക്കസ് IV ഫിലാപ്പറ്റോർ എന്ന രാജാവിനെ കൊന്നുകളയും. ഹീലിയോഡോറസ് എന്ന വ്യക്തി കൊന്നുകളയും. കൊന്നിട്ട് സെലൂക്കസ് IV ഫിലാപ്പറ്റോറിന്റെ ഒരു മകൻ ഇപ്പൊ ഹോസ്റ്റേജ് ആണ്. മറ്റൊരു മകൻ, ഇളയ മകൻ, ഒരു കൊച്ചു പയ്യനാ, അവനെ രാജാവാക്കിയിട്ട് ഈ ഹീലിയോഡോറസ് തന്നെ രാജ്യം ഭരിക്കും. അതാ ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ കാണുന്ന 20ാം വാക്യത്തിൽ. എങ്കിലും കുറെ ദിവസം അവൻ സംഹരിക്കപ്പെടും, കോപത്താലും യുദ്ധത്താലുമല്ല. എന്ന് വെച്ചാൽ യുദ്ധവും കോപവും ഒന്നും ഇല്ലാതെ തന്നെ സെലൂക്കസ് IV ഫിലാപ്പറ്റോർ എന്ന രാജാവ് കൊല്ലപ്പെടുവാനായിട്ട് ഇടയാം. കാര്യം ഹീലിയോഡോറസ് എന്ന വ്യക്തിയാണ്, അഥവാ തന്റെ തന്നെ വിശ്വസ്തനായിരിക്കുന്ന ഫൈനാൻസ് മിനിസ്റ്റർ, അയാൾ തന്നെ ഈ രാജാവിനെ കൊല്ലും. എന്നിട്ട് ഹീലിയോഡോറസ്
ഈ സെലൂക്കസിന്റെ ചെറിയ മകനെ രാജാവാക്കി അവന് പകരം താൻ തന്നെ രാജ്യം ഭരിക്കും, ഹീലിയോഡോറസ്. അതാണ് നമുക്ക് 20-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. ഇനി 21-ാമത്തെ വാക്യം, 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഫേമസ് അന്റിയോക്കസ് എപ്പിഫാനസിന്റെ ചരിത്രത്തെ കുറിച്ചാണ്. നമ്മളത് വാസ്തവത്തിൽ വളരെ വിശദമായി തന്നെ 8-ാം അധ്യായത്തിൽ ചെറിയ കൊമ്പ് എന്ന രീതിയിൽ നമ്മളത് പഠിച്ചതാണ്. അതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് ആവശ്യമില്ല, എങ്കിലും 35 വാക്യങ്ങൾ നമ്മൾ തീർക്കണം എന്ന് ആഗ്രഹിക്കുക. അപ്പം നമുക്ക് വളരെ വേഗം തന്നെ ആ അന്റിയോക്കസ് എപ്പിഫാനസിന്റെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 8-ാം അധ്യായത്തിൽ വാസ്തവത്തിൽ രേഖപ്പെടുത്താത്ത അനേക കാര്യങ്ങൾ ഇവിടെ കാണുവാൻ കഴിയും. അത് നമുക്ക് വളരെ വേഗം ഒന്ന് നോക്കാം. 21-ാമത്തെ വാക്യം, അവന് എന്ന് വെച്ചാൽ അന്റിയോക്കസ് എപ്പിഫാനസിന്, നമ്മൾ മുമ്പേ കണ്ട വ്യക്തി, അതായത് സെലൂക്കസ് ഫോർ ഫിലാപ്പറ്റോർ, അവന് പകരം നിന്ദിനായ ഒരുത്തൻ എഴുന്നേൽക്കും. അത് അന്റിയോക്കസ് എപ്പിഫാനസ്. വാസ്തവത്തിൽ അവന്റെ പേര് ആന്റിയോക്കസ് 4 എന്നാണ് കേട്ടോ. ആന്റിയോക്കസ് 4 എന്നാണ് അവന്റെ പേര്. അവന് എപ്പിഫാനസ് എന്ന് പറയുന്ന അവൻ തന്നെ എടുത്ത പേരാണ്. ഗോഡ് മാനിഫെസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ദൈവം എപ്പിഫാനസ് എന്ന് പറഞ്ഞാൽ ദൈവം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 8-ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ ഓർത്തതാണ്, അവനെ ജനങ്ങൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? 8-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. എപ്പിമാനസ് എന്ന് വെച്ചാൽ അവനൊരു വട്ടനായിരുന്നു. അവനൊരു വട്ടനാണ്. അവൻ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ കാണുന്നവർക്കൊക്കെ കാശ് കൊടുക്കും. അതുപോലെ തന്നെ അവൻ ചില സ്ഥലത്തൊക്കെ ചെന്ന് ഗവൺമെന്റ് ഓഫീസിലൊക്കെ ചെന്നിട്ട് ജോലിക്ക് അപേക്ഷിക്കും. അതുപോലെ തന്നെ പബ്ലിക് ബാത്ത് പ്ലേസസ് ഉണ്ട്, പബ്ലിക്കായിട്ട് നിന്ന് പിന്നെ കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ അവൻ പോയിരുന്നു കുളിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അവനെ വാസ്തവത്തിൽ അവൻ എന്താ ചെയ്യുന്നതെന്ന് ആർക്കും അറിയാത്തതുകൊണ്ട് അവന് കൊടുക്കുന്ന പേരായിരുന്നു, ആൾക്കാർ വിളിക്കുന്ന പേരായിരുന്നു എപ്പിമാനസ് എന്നും. അവനെ വിളിക്കുന്ന ആരും അറിയാതെ അങ്ങനെ വിളിക്കും കേട്ടോ. രാജാവിനെ ആർക്കും നേരെ വിളിക്കാൻ സാധിക്കത്തില്ലല്ലോ. അങ്ങനെ അവൻ അങ്ങനെയും ഒരു വിളിപ്പേരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി 21-ാമത്തെ വാക്യം, നമ്മൾ മുമ്പേ കണ്ടതായിരിക്കുന്ന സെലൂക്കസ് ഫോർ ഫിലാപ്പറ്റോറിന് പകരം നിന്ദിനായ ഒരുത്തൻ എഴുന്നേൽക്കും. അവന് അവർ രാജ്യത്തിന് പദവി കൊടുക്കാൻ വിചാരിച്ചിരുന്നില്ല, എങ്കിലും ആന്റിയോക്കസ് എപ്പിഫാനസ് സമാധാനകാലത്ത് വന്ന് ഉപായത്തോടെ രാജ്യത്വം കൈവശമാക്കും. അവൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവന് വാസ്തവത്തിൽ എപ്പിഫാനസിന്, ആന്റിയോക്കസ് ഫോർ എപ്പിഫാനസിന് രാജ്യത്വം കൊടുക്കാനായിട്ട് ആരും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ അവൻ വന്നിട്ട് വളരെ ഭയങ്കര ഉപായിയാ. അവനെക്കുറിച്ച് ഇത് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അവന്റെ ഭയങ്കര വർത്തമാനം കേട്ടോ. ഭയങ്കര വർത്തമാനം എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർക്ക് പറ്റിയ വർത്തമാനമാണ്. സത്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതായിരിക്കുന്ന വർത്തമാനമാണ്. എന്ത് പറഞ്ഞാലും പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്തതായിരിക്കുന്ന വ്യക്തിയാണ് ഈ അന്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന വ്യക്തി. അവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, അവൻ വന്നിട്ട് ഇപ്പൊ ഇവിടെ ഭരിക്കുന്നത് വാസ്തവത്തിൽ ഹീലിയോഡോറസ് എന്ന് പറയുന്നതായിരിക്കുന്ന പഴയ ഫൈനാൻസ് മിനിസ്റ്റർ ആണല്ലോ. അദ്ദേഹത്തെ കൊന്നുകളയും. അതോടൊപ്പം തന്നെ സെലൂക്കസിന്റെ മകൻ എന്ന് വെച്ചാൽ ഇവന്റെ സഹോദരൻ അല്ലെ, സഹോദരന്റെ മകനെയും കൊന്നുകളയും. അന്റിയോക്കസ് എപ്പിഫാനസ് കൊന്നുകളയും. സോ അവന് പകരം നിന്ദിനായ ഒരുത്തൻ എഴുന്നേൽക്കും. അവർ അവന് രാജ്യത്തെ പദവി കൊടുക്കാൻ വിചാരിച്ചതെങ്കിലും അവൻ അന്റിയോക്കസ് സമാധാനകാലത്ത് വന്ന് ഉപായത്തോടെ രാജ്യത്വം കൈവശമാക്കും. അതാണ് സമാധാനകാലത്ത് വന്ന് ഉപായത്തോടെ കൈക്കലാക്കും എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. He was brother of Seleucus for Philopator. Antiochus killed Heliodorus, finance minister, and the son of Seleucus, and became the king. 21-ാമത്തെ വാക്യം. ഇനി 22-ാമത്തെ വാക്യം, പ്രളയതുല്യമായ സൈന്യങ്ങളും നിയമത്തിന്റെ പ്രഭുവും കൂടെ അവന്റെ മുമ്പിൽ പ്രവഹിക്കപ്പെട്ട് തകർന്നു പോകും. പ്രളയതുല്യമായ സൈന്യങ്ങളും അവന്റെ മുമ്പിൽ പ്രവഹിക്കപ്പെട്ട് തകർന്നു പോകും എന്ന് വെച്ചാൽ ഇമ്മൻസ് വിക്ടറി ഹി വിൽ ഗെറ്റ്. അവനോട് അടുക്കുന്ന എല്ലാവരെയും, വലിയ സൈന്യങ്ങളെ പോലും അവൻ ആക്രമിച്ച് കീഴടക്കും എന്നുള്ളതാണ്. പ്രളയതുല്യമായ സൈന്യങ്ങളെയും അവൻ പ്രവഹിച്ച് തകർന്നു പോകും, അവന്റെ മുമ്പിൽ തകർന്നു പോകും എന്ന് മാത്രമല്ല, നിയമത്തിന്റെ പ്രഭുവും കൂടെ തകർന്നു പോകും. നിയമത്തിന്റെ പ്രഭു എന്ന് പറയുന്ന അവൻ ആദ്യം ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ, യെരുശലേം ദേവാലയത്തില് അംഗീകരിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു മഹാപുരോഹിതൻ, അദ്ദേഹത്തിന്റെ പേര് ഓണിയാസ് III എന്നാണ്. അതാണ് വാസ്തവത്തിൽ അവസാനത്തെ എന്ന് വേണേൽ പറയാം, ഏറ്റവും ശരിയായ രീതിയിൽ ശരിയായ ക്രമത്തിൽ അഹ്റോന്റെ കുലത്തിൽപ്പെട്ടതായിരിക്കുന്ന
മഹാപുരോഹിതനായിട്ട് വന്ന ആളാണ് ഓനിയാസ് III എന്ന മഹാപുരോഹിതൻ. അദ്ദേഹത്തെ മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ പേര് ജാസോൺ അഥവാ യാസോൻ എന്നാണ് ആ സഹോദരന്റെ പേര്, JSON, ജാസോൻ അല്ലെങ്കിൽ യാസോൻ. ഈ സഹോദരനെ മഹാപുരോഹിതനാക്കും. ഈ സഹോദരൻ എങ്ങനെ മഹാപുരോഹിതനായെന്ന് ചോദിച്ചാൽ, അദ്ദേഹം അന്ത്യോക്യസ് എപ്പിഫാനസിന് 300 താലന്ത് വെള്ളി അവന് കൊടുക്കും. 300 താലന്ത് എന്ന് വെച്ചാൽ കുറഞ്ഞ പക്ഷം 30 കിലോ, 30 തുടങ്ങി അതിൽ കൂടുതൽ കിലോ ആണ് ഒരു താലന്ത് എന്ന് പറയുമ്പോൾ. ഏതാണ്ട് 10,000-ലധികം താലന്ത്, 10,000-ലധികം കിലോ വെള്ളി ഈ യാസോൻ അഥവാ ഓനിയാസിന്റെ സഹോദരൻ അന്ത്യോക്കസിന് കൊടുത്തിട്ട് അവൻ മഹാപുരോഹിതനാകും. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പം വേറൊരു മനുഷ്യൻ, താൻ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവനാണ് എന്നാണ് മക്കാബീസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഈ ദാനിയേൽ പ്രവചനം പഠിക്കും. വാസ്തവത്തിൽ മക്കാബീസ് എന്ന അപ്പോക്രിഫ ഗ്രന്ഥം നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ തരുന്നൊരു ഗ്രന്ഥമാണ്. മക്കാബീസിൽ എഴുതിയിരിക്കുന്നത് ഈ യാസോൻ ഇങ്ങനെ മഹാപുരോഹിതനായി കഴിഞ്ഞപ്പം വേറൊരു മനുഷ്യൻ ബെന്യാമിൻ ഗോത്രത്തിലുള്ള ആളാണ്. അയാളുടെ ഒരു മനലേസ് എന്നാ. അവൻ ഇരട്ടി പണം കൊടുത്തെന്ന് വെച്ചാൽ 20,000 കിലോ വെള്ളി കൊടുത്തിട്ട് അവൻ മഹാപുരോഹിതൻ. അപ്പൊ അന്ത്യോക്യസ് എന്ത് ചെയ്തു? ആദ്യത്തെ അവനെ തള്ളിക്കളഞ്ഞു. യാതൊരു നിജസ്ഥിതി ഇല്ലാത്ത വ്യക്തിയല്ലേ. ആദ്യത്തെ ആളെ തട്ടിക്കളഞ്ഞിട്ട് രണ്ടാമത്തെ ആളെ മഹാപുരോഹിതനാക്കി. അപ്പൊ അതാ നമ്മളിവിടെ കാണുന്ന പ്രളയതുല്യമായ സൈന്യങ്ങൾ നിയമത്തിന്റെ പ്രഭുവും കൂടെ. നിയമത്തിന്റെ പ്രഭു എന്ന് പറയുന്നത് ഓനിയാസ് III കുറിച്ച യഥാർത്ഥ മഹാപുരോഹിതൻ. അവനെയും കൂടെ അവൻ തകർത്ത് കളയും. വാസ്തവത്തിൽ ഓനിയാസ് III എന്ന ആ മഹാപുരോഹിതൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് താൻ ഈജിപ്തിലേക്ക് പോയി അവിടെ വെച്ച് മരിച്ചു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 23-24 വാക്യങ്ങൾ അവിടെ ഈ അന്ത്യോക്യസിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച്, വാസ്തവത്തിൽ നമ്മൾ 8-ാം അധ്യായം പഠിച്ചപ്പോൾ അന്ത്യോക്യസിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് ധാരാളമായി പഠിച്ചതാണ്. 23-24 വാക്യങ്ങളിൽ ഒന്ന്, ആരെങ്കിലും അവനോട് അന്ത്യോക്യസിനോട് സഖ്യത ചെയ്താൽ അവൻ വഞ്ചന പ്രവർത്തിക്കും. അവൻ പുറപ്പെട്ട് അല്പം പടജനവുമായി വന്ന് ജയം പ്രാപിക്കും. എളുപ്പം അല്ലേ? ആരെങ്കിലും അവനോട് സഖ്യത ചെയ്താൽ അവൻ പോയി എല്ലാവരുടെ സഖ്യത കൂടാൻ വളരെ എളുപ്പമാണ്. വളരെ മിടുക്കനാവും, നല്ല വാക്കുകളൊക്കെ പറയും. വാസ്തവത്തിൽ നമ്മളിത് പഠിച്ചു വരുമ്പോൾ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്നത് അന്തിക്രിസ്തുവിന്റെ ഒരു നല്ല നിഴലാണ്. അന്തിക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ എന്തെല്ലാം കാണുമോ അത് നമുക്ക് വാസ്തവത്തിൽ അന്ത്യോക്യസ് എപ്പിഫാനസിലും കാണാനായിട്ട് കഴിയും. ചില സ്മോളർ സ്കെയിലാന്നുള്ളേ ഉള്ളൂ. ആന്റിക്രൈസ്റ്റ് അഥവാ അന്തിക്രിസ്തുവില് ഒരു ബിഗർ സ്കെയിലില് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതേ ഉള്ളൂ. വാസ്തവത്തിൽ നമുക്കറിയാം സാത്താന്റെ ഒരു വലിയ സ്വഭാവമാണ് വഞ്ചന എന്ന് പറയുന്നത്, അല്ലെ? വഞ്ചന, അവന്റെ പ്രധാനപ്പെട്ട ആയുധമാണ് വഞ്ചന. നമുക്ക് വാസ്തവത്തിൽ സാത്താന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകർ നമ്മുടെ മധ്യേ, നമ്മുടെ വേർപാടുകാരുടെ കൂട്ടത്തിലല്ല നമ്മൾ കാണുന്നതായിരിക്കും. ഞാൻ പേര് പറയുന്നത് ശരിയല്ലോ, അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോ അവരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ പറയുന്നതും സത്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഉണ്ടോ? ഒരു ബന്ധവുമില്ല. നമുക്കത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ 23-ാം വാക്യത്തിൽ ഒന്ന്, അവനോട് ആരെങ്കിലും സഖ്യത വഞ്ചന പ്രവർത്തിക്കും, എന്നിട്ട് അവിടെ വന്നിട്ട് ചെറിയ സൈന്യവുമായിട്ട് വന്നവൻ വിജയം പ്രാപിക്കും. നേരെ വന്ന് ശരിയാവത്തില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ സൈന്യവുമായിട്ട് വന്ന് പടജനവുമായി വന്ന് അവൻ ജയം പ്രാപിക്കും. 24-ാം വാക്യത്തിൽ അവൻ സമാധാനകാലത്ത് തന്നെ സംസ്ഥാനത്തിലെ പുഷ്ടിയേറിയ സ്ഥലങ്ങളിൽ വന്ന് തന്റെ പിതാമഹന്മാരോ ഒരു നാളും ചെയ്യാത്തത് ചെയ്യും. അവൻ കവർച്ചയും കൊള്ളയും സമ്പത്തും അവർക്ക് വിതറിക്കൊടുക്കും. അവൻ കോട്ടകളുടെ നേരെ ഉപായം പ്രയോഗിക്കും, എന്നാൽ കുറെ കാലത്തേക്കേ ഉള്ളൂ. പിന്നെ അവൻ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഏതെങ്കിലും സ്ഥലത്ത് പോയി അവിടുന്ന് ധനം അവൻ കൊള്ളയടിക്കുമല്ലോ, അല്ലെ? രാജാക്കന്മാർ അങ്ങനെയാണല്ലോ, ഏതെങ്കിലും സ്ഥലത്ത് പോയി കീഴടക്കിയാൽ അവിടുന്ന് കൊള്ളയടിക്കും. കൊള്ളയടിച്ചു വന്നാൽ സാധാരണ രാജാക്കന്മാർ അവരുടെ ആവശ്യങ്ങൾക്ക് കൊണ്ട് ചെലവഴിക്കും. പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹം ചെന്നിട്ട് അവിടെയും അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ ഉള്ളതായിരിക്കുന്ന പ്രമുഖന്മാർക്ക് തന്റെ കൊള്ള പങ്കുകൊടുക്കും. അതാ ഇവിടെ പുഷ്ടിയുള്ള സ്ഥലങ്ങളിൽ ചെന്ന്, പുഷ്ടിയേറിയ സ്ഥലങ്ങളിൽ വന്ന് തന്റെ പിതാമഹന്മാരോ ഒരു നാളും ചെയ്യാത്ത ചെയ്യും. അവൻ കവർച്ചയും കൊള്ളയും സമ്പത്തും അവർക്ക് വിതറിക്കൊടുക്കും. എന്നാ അവൻ കോട്ടകളുടെ നേരെ ഉപായം പ്രയോഗിക്കും, എന്നാൽ കുറെ കാലത്തേക്കേ ഉള്ളൂ. അപ്പൊ അവന്റെ രണ്ടാമത്തെ സ്വഭാവം, അവൻ ജനത്തിലെ പ്രധാനികൾക്ക് വലിയ സമ്മാനം ഉപായമായി കൊടുക്കും എന്നുള്ളതാണ്. അപ്പം അവന്റെ പ്രവർത്തന രീതി ഒന്ന്,
അവൻ ആരോടെങ്കിലും സഖ്യത ചെയ്താൽ അവരോട് വഞ്ചന കണ്ട് ഹി വിൽ ഡിസീവ് ദോസ് ഹു ആർ ഇൻ ലീഗ് വിത്ത് ഹിം. രണ്ടാമത് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഗിഫ്റ്റ്സ് ടു എലൈറ്റ് ടു ഗെറ്റ് ദെയർ ഫേവർ. അതുപോലെ തന്നെ സൈന്യാധിപന്മാർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അവൻ ധാരാളം സ്വത്ത് വിഭാഗിച്ചു കൊടുക്കും. അത് മറ്റ് രാജാക്കന്മാരിൽ വ്യത്യസ്തമായ ഒരു രീതിയാണ് അവൻ്റെത്. കുഴപ്പമില്ല അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ? ശരി. ഇനി 25-ാമത്തെ വാക്യം, 25-26 വാക്യങ്ങൾ അതിൽ ഗ്രൂപ്പാണ്. അവർ മഹാസൈന്യത്തോടുകൂടെ തെക്കേദേശ രാജാവിന്റെ നേരെ തന്റെ ശക്തിയും ധൈര്യവും പ്രയോഗിക്കും. തെക്കേദേശ രാജാവും ഏറ്റവും വലുതും ശക്തിയേറിയതുമായ സൈന്യത്തോടും കൂടെ യുദ്ധത്തിന് പുറപ്പെടും. വീണ്ടും പിന്നെയും തെക്കേദേശത്തിലേക്ക് വരും. ഇത്ര നേരം നമ്മൾ കുറച്ച് സമയത്തേക്ക് തെക്കേദേശം എന്ന് വെച്ചാൽ ഈജിപ്റ്റ് ഇല്ലായിരുന്നു. ഇപ്പം കാണുക, വീണ്ടും ഇവൻ എന്ത് ചെയ്യും? വാസ്തവത്തിൽ ആ യുദ്ധം ആരംഭിക്കുന്നത് ഈജിപ്ഷ്യൻ കിങ് ആണ്. അവിടെ 25-ാം വാക്യത്തിൽ മഹാസൈന്യം തെക്കേദേശ രാജാവിന്റെ നേരെ തന്റെ ശക്തിയും ധൈര്യവും പ്രയോഗിക്കും. തെക്കേദേശ രാജാവും ഏറ്റവും വലിയ ശക്തിയോ സൈന്യത്തോട് യുദ്ധത്തിൽ പുറപ്പെടും. എങ്കിലും അവർ എന്ന് വെച്ചാൽ സിറിയ ഈജിപ്തിന് നേരെ ഉപായം പ്രയോഗിക്കൊണ്ട് ഈജിപ്റ്റ് ഉറച്ചു നിൽക്കുകയില്ല. അവന്റെ അന്നം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവൻ ഈജിപ്തിനെ നശിപ്പിക്കും. അവന്റെ സൈന്യം ഒഴുകിപ്പോകും. എന്ന് വെച്ചാൽ ഈജിപ്തിന്റെ സൈന്യം ഒഴുകിപ്പോകും, പലരും നിഹതന്മാരായി വീഴും എന്നുള്ളതാണ്. അപ്പൊ സിറിയ ഈജിപ്തുമായിട്ട് യുദ്ധത്തിന് തയ്യാറെടുക്കും. എന്നിട്ട് എന്താ ഉണ്ടാകുക? അവിടെ ആ യുദ്ധത്തിൽ വാസ്തവത്തിൽ സിറിയ ഈജിപ്തും തമ്മിൽ ഇപ്പൊ ബന്ധമാണ്. എന്താ ബന്ധം എന്നറിയാമോ? എന്താ ബന്ധം? എന്താ സിറിയ ഈജിപ്തും തമ്മിലുള്ള ബന്ധം? അതായത് ഈ ആളുടെ നമ്മൾ കാണുന്നതായിരിക്കും അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ ഫാദർ, അന്ത്യോക്യസ് III ഗ്രേറ്റിന്റെ മകൾ എന്ന് വെച്ചാൽ അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ സിസ്റ്റർ ആണ് ക്ലിയോപാട്ര. ക്ലിയോപാട്രയാണ് ഈജിപ്തിലെ രാജ്ഞി. അവരുടെ മകനാണ് നമ്മൾ കണ്ടതായിരിക്കുന്ന ഫിലോമെറ്റർ അല്ലേ? ടോളമി ഫിലോമെറ്റർ എന്ന അദ്ദേഹത്തിന് ടോളമി ഫിലോമെറ്റർ. ഈ ടോളമി ഫിലോമെറ്ററുമായിട്ട് യുദ്ധം എന്ന് വെച്ചാൽ അങ്കിളും പിന്നെ പെങ്ങളുടെ മോനുമായിട്ടാണ് യുദ്ധം അവിടെ നടക്കുന്നത്. അതാ 25-ഉം 26-ഉം വാക്യങ്ങളിൽ സിറിയ ഈജിപ്തിന് നേരെ ഉപായം പ്രയോഗിക്കൊണ്ട് ഈജിപ്റ്റ് ഉറച്ചു നിൽക്കുകയില്ല. ഈജിപ്തിന്റെ അന്നം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവൻ ഈജിപ്തിനെ നശിപ്പിക്കും. എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെ കേട്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ രാജ്യത്തുള്ളവർ തന്നെ ഒറ്റുകൊടുക്കും. എന്ന് വെച്ചാൽ ഈജിപ്ഷ്യൻ രാജാവിന്റെ ആൾക്കാർ തന്നെ അവനെ ഒറ്റുകൊടുക്കും എന്നുള്ളതാണ്. അവനെതിരായിട്ട് പ്രവർത്തിക്കും. എന്നിട്ട് അവന്റെ സൈന്യം ഒഴുകിപ്പോകും. എന്ന് വെച്ചാൽ ഈജിപ്തിന് ഭയങ്കര നഷ്ടമുണ്ടായി ആ യുദ്ധത്തിൽ എന്നുള്ളതാണ്. നശിപ്പിക്കും. അവന്റെ സൈന്യം ഒഴുകിപ്പോകും, പലരും നിഹിതന്മാരായി വീഴും. 27-ാം വാക്യം വളരെ പ്രധാനമാണ്. ഇനി അതിനകത്ത് ഒരു വാക്യം കൂടെ ഉണ്ട് കേട്ടോ, 27-ാമത്തെ വാക്യം. ഈ രാജാക്കന്മാർ ഇരുവരും ദുഷ്ടത പ്രവർത്തിപ്പാൻ ഭാവിച്ചും കൊണ്ട് ഒരേ മേശയെങ്കിൽ വെച്ച് ഭോഷ്ക് സംസാരിക്കും, എങ്കിലും അത് സാധിക്കുകയില്ല. നിയമിക്കപ്പെട്ട സമയത്ത് മാത്രമേ അവസാനം വരികയുള്ളൂ. ഇവിടെ നമുക്ക് നിയമിക്കപ്പെട്ട സമയത്ത്, അപ്പോയിന്റഡ് ടൈം, അത് നമ്മൾ വാസ്തവത്തിൽ ഇവിടെ 27-ാം വാക്യത്തിലും 29-ാം വാക്യത്തിലും 35-ാം വാക്യത്തിലും ഇത് തന്നെ നമുക്ക് കാണാൻ കഴിയും അല്ലേ? 29-ാം വാക്യത്തിൽ നിയമിക്കപ്പെട്ട കാലത്ത്, 35-ാം വാക്യത്തിൽ നിശ്ചയിക്കപ്പെട്ട കാലത്ത് മാത്രം അന്തം വരും. എന്ന് വെച്ചാൽ രാജാക്കന്മാര് അവരുടെ പ്രവർത്തനങ്ങൾ അവരെത്രയധികം അധ്വാനിച്ചാലും ആത്യന്തികമായിട്ട് അവർക്ക് അതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ദൈവം താൻ നിയമിക്കുന്ന സ്ഥലത്ത്. നമ്മളെ വാസ്തവത്തിൽ ധൈര്യപ്പെടുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ധൈര്യപ്പെടുത്തേണ്ടതാണ്. എന്തെല്ലാം വെച്ചാലും അതൊക്കെ നിശ്ചയിക്കപ്പെട്ട കാലത്ത് നിശ്ചയിക്കപ്പെട്ട സമയത്ത് മാത്രമേ സംഭവിക്കുള്ളൂ. അതാ ഇവിടെ 3 പ്രാവശ്യം ഈ അധ്യായത്തിൽ തന്നെ ഈ ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തുന്നു. നിയമിക്കപ്പെട്ട സമയത്ത് മാത്രമേ അവസാനം വരികയുള്ളൂ. 27-ാം വാക്യത്തിൽ എന്താ കാണുന്നത്? ഈ രാജാക്കന്മാർ ഇരുവരും ദുഷ്ട പ്രവർത്തിപ്പാൻ ഭാവിച്ചും കൊണ്ട് അവര് കണ്ടല്ലോ, പെങ്ങളുടെ മകനും അമ്മാച്ചനുമാണ്. അപ്പം ഇവര് ഒരുമിച്ചിരുന്ന് വല്ലപ്പോഴൊക്കെ ആഹാരം കഴിക്കും. കാര്യം യുദ്ധമൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ട് എന്താ അവരുടെ ലക്ഷ്യം എന്ന് ചോദിച്ചാല്, ഇവർ തമ്മിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് ലക്ഷ്യം എങ്ങനെയെങ്കിലും ഈജിപ്റ്റ് പിടിച്ചടക്കണം എന്നുള്ളതാണ്.
വാസ്തവത്തിൽ ഈജിപ്ഷ്യൻ രാജാവ് ടോളമിയുടെ ലക്ഷ്യം എന്താ? യാതൊരു കാരണവശാലും കൊടുക്കരുത്. സിറിയ പിടിച്ചടക്കാൻ പുള്ളിക്ക് ആഗ്രഹമൊന്നുമില്ല, കാര്യം അതിനുള്ള ശക്തി ഇപ്പൊ ഇല്ല. പക്ഷേ യാതൊരു കാരണവശാലും കൊടുക്കരുത്. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നത് എങ്കിലും നിയമിക്കപ്പെട്ട സമയത്ത് മാത്രമേ അവസാനം വരികയുള്ളൂ എന്ന് വെച്ചാൽ ഇവരെത്രയൊക്കെ പരിശ്രമിച്ചു എന്ന് നോക്കിയാലും അതിന്റെ ആത്യന്തികമായിരിക്കുന്ന അന്ത്യം അവിടെ നിയമിക്കപ്പെട്ട സമയത്ത് മാത്രമേ വരികയുള്ളൂ എന്നുള്ളതാണ്. എങ്ങനെയുണ്ട്? എന്ത് പറയുന്നു? എന്തെങ്കിലും ഉണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, ഇനി 28-ാമത്തെ വാക്യം. വാസ്തവത്തിൽ കണ്ടിന്യൂഷൻ ഓഫ് വേഴ്സ് 26. 27 അതിന്റെ ഒരു ബ്രാക്കറ്റ് പോലെ കണക്കാക്കിയാൽ മതി. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാണ്, ഇവർ തമ്മിൽ ആഹാരം കഴിക്കും എങ്കിലും നിയമിക്കപ്പെട്ട സമയത്ത് മാത്രമേ അവസാനം വരികയുള്ളൂ. 28-ാം വാക്യത്തിൽ പിന്നെ അവൻ വളരെ സമ്പത്തോടും കൂടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോരും. എന്ന് വെച്ചാൽ ഈജിപ്തുമായുള്ള യുദ്ധത്തിൽ ഈജിപ്തിന് വലിയ നഷ്ടമുണ്ടായിട്ട് സിറിയൻ രാജാവ് വളരെ സമ്പത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. സിറിയൻ രാജാവ് അവൻ വിശുദ്ധ നിയമത്തിന് വിരോധമായി മനോഗതം വെച്ച് അത് അനുഷ്ഠിച്ച് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അന്റിയോക്കസ് ഈജിപ്തിൽ പോയി യുദ്ധത്തിൽ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അവിടെ ചെലവഴിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ചിലവഴിച്ചപ്പോ ഇസ്രായേലില് ഒരു വാർത്ത ഉണ്ടായി. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, അന്റിയോക്കസ് രാജാവ് ഈജിപ്തിലെ യുദ്ധത്തിൽ മരിച്ചുപോയി എന്ന് അവിടെ ഒരു വാർത്തയുണ്ടായി. അങ്ങനെ വാർത്തയുണ്ടായപ്പോ അവിടെ ആദ്യം ഓണിയാസിന് പകരം മഹാപുരോഹിതനാക്കിയതായ വ്യക്തി യാസോൻ, ആ വ്യക്തി അവൻ ഒരു റിവോൾട്ട് ഉണ്ടാക്കും. അവൻ തന്റെ മഹാപൗരോഹിത്യം മറ്റേ മെനലസ് എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാനായിട്ട് അവന് റിവോൾട്ട് ഉണ്ടാകും. പക്ഷേ ഈ റിവോൾട്ട് അന്ത്യോക്യസ് രാജാവ് കേൾക്കുന്നത് തനിക്കെതിരായിട്ടുള്ള റിവോൾട്ടായിട്ടാണ് കേൾക്കുന്നത്. മനസ്സിലായോ? ഈജിപ്തിൽ യുദ്ധത്തിന് പോയി, നമ്മൾ 26-ാം വാക്യത്തിൽ കണ്ടു, അവൻ യുദ്ധത്തിൽ പോയി, അവിടെ താമസം വന്നു. അപ്പൊ എന്തുണ്ടാകും എന്ന് ചോദിച്ചാല്, അവൻ ഇസ്രയേലില് ഒരു റൂമർ ഉണ്ടാകും, അന്ത്യോക്യസ് രാജാവ് മരിച്ചുപോയി എന്ന്, അന്ത്യോക്യസ് എപ്പിഫാനസ് മരിച്ചുപോയി എന്ന് റൂമർ ഉണ്ടാകും. അതുകൊണ്ട് ഈ വാസ്തവത്തിൽ അവിടെ റിവോൾട്ട് ഉണ്ടാകും, യഹൂദന്മാരുടെ മധ്യ ഇസ്രയേലിൽ റിവോൾട്ട് ഉണ്ടാകും. പക്ഷെ ഇത് അന്ത്യോക്യസ് രാജാവ് കേൾക്കുന്നത് താൻ മരിച്ചുപോയി എന്ന്, അത് തനിക്കെതിരായ റിവോൾട്ടായിട്ട് താൻ മനസ്സിലാക്കും. താൻ മരിച്ചുപോയി എന്നുള്ളത് ഇവർ ആഘോഷിക്കുന്നു എന്ന് അന്ത്യോക്യസിന് തോന്നും. താൻ മരിച്ചുപോയി എന്നുള്ളത് ഇവർ ആഘോഷിക്കുന്നു എന്ന് തോന്നും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഹി വിൽ കം ടു ജെറുസലേം. He besieged Jerusalem and took the city, slew 40,000 of the inhabitants, and sold many as slaves, polluted the temple and altar with the swine's flesh. നമ്മൾ കണ്ടതാ 8-ാം അധ്യായത്തിൽ കണ്ടതല്ലേ? പന്നിയുടെ മാംസം കൊണ്ട് ടെമ്പിള് ഒക്കെ അശുദ്ധമാക്കും. പ്രൊഫൈൻ ദ ഹോളി ഓഫ് ഹോളീസ് ബൈ ബ്രേക്കിംഗ് ഇൻ ടു ഇറ്റ്. അത് ഹോളി ഓഫ് ഹോളീസ് ഒക്കെ അവന്റെ രീതിയിൽ തന്നെ അവൻ ആ ഹോളി ഓഫ് ഹോളീസ് ഒക്കെ അവന്റെ രീതിയിൽ തന്നെ രൂപകൽപ്പന ചെയ്യും. അവൻ ചെയ്തതായിരിക്കുന്ന അതിക്രമങ്ങൾ നമ്മൾ 8-ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ ഓർത്തതാ. അവൻ തോറ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മുകളിൽ പന്നിയുടെ രക്തമൊഴിക്കും. അതുപോലെ തന്നെ സെയൂസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഗ്രീക്ക് ദേവനെ ആ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്യും. അവിടെയുള്ളതായിരിക്കും ഗോൾഡൻ വെസൽസ് ആൻഡ് അതർ സേക്രഡ് ട്രഷേഴ്സ് അവൻ എടുത്തുകൊണ്ട് പോകും. അതാ നമ്മൾ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്. പിന്നെ അവൻ വളരെ സമ്പത്തോടും സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും ഈജിപ്തിൽ നിന്ന്. അവൻ വിശുദ്ധ നിയമത്തിന് വിരോധമായി മനോഗതം വെച്ച് അത് അനുഷ്ഠിക്കും എന്ന് വെച്ചാൽ, അവൻ യഹൂദിനെതിരായിട്ട് അവൻ മനോഗതം വെച്ചിട്ട് അവൻ ചെയ്യാവുന്നതൊക്കെ ചെയ്യും. ഇതിനവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. 29-ാം വാക്യം പറയാ, വീണ്ടും നിയമിക്കപ്പെട്ട കാലത്ത് 29-ാമത്തെ വാക്യം, 29-30 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. നിയമിക്കപ്പെട്ട കാലത്ത് അവൻ വീണ്ടും തെക്കോട്ട് വരും, ഈജിപ്തിലേക്ക് വരും. എങ്കിലും ഈ പ്രാവശ്യം മുമ്പിലത്തെ പോലെ സാധ്യമാകുകയില്ല. അവൻ എന്ത് ചെയ്യുന്ന വെച്ചാല്, അതിനുശേഷം വീണ്ടും അവൻ ഈജിപ്തിലേക്ക് വരും. ഈജിപ്തിലേക്ക് വരുമ്പോ ഈ സമയം വ്യത്യാസമായി. എന്താ ഉണ്ടാകുന്ന ചോദിച്ചാൽ, ഈജിപ്ഷ്യൻ രാജാവ് റോമിന്റെ സഹായം ആവശ്യപ്പെടും. അതാ അവന്റെ സിറിയയുടെ താല്പര്യം സാധിക്കത്തില്ല. ഈജിപ്ഷ്യൻ രാജാവ് റോമിന്റെ സഹായം ആവശ്യപ്പെടും. അതാ ഈ പ്രാവശ്യം മുമ്പത്തെ പോലെ സാധ്യമാകുകയില്ല. 30-ാം വാക്യം, കിത്തിം കപ്പലുകൾ അവന്റെ നേരെ വരും. കിത്തിം എന്ന് പറഞ്ഞാൽ സൈപ്രസ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൈപ്രസ് അല്ലെങ്കിൽ റോമൻ കപ്പലുകൾ
കപ്പലുകൾ ഈ രാജാവിന് അന്ത്യോക്യസ് എപ്പിഫാനസിന് നേരെ വരും. അതുകൊണ്ട് അന്ത്യോക്യസ് എപ്പിഫാനസ് വ്യസനിച്ച് മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തിൽ ക്രൂധിച്ച് പ്രവർത്തിക്കും. എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇവൻ യുദ്ധത്തിന് ഈജിപ്തിലേക്ക് വരും. അവൻ അലക്സാണ്ട്രിയ വരും. അന്ത്യോക്യസ് എപ്പിഫാനസ് അലക്സാണ്ട്രിയ വരും. അലക്സാണ്ട്രിയ വരുമ്പം അലക്സാണ്ട്രിയ വെച്ച് ഗായസ് പോപ്പുലസ് ലയനസ് എന്ന് പറയുന്നതായിരിക്കുന്ന റോമൻ കോൺസൽ. ഈ കോൺസൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അന്നത്തെ കാലത്ത് റോമൻ എന്ന് പറയുന്നത് ഒരു ഡെമോക്രസിയാണ്. അന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് റോമൻ സെനറ്റാ. സെനറ്റ് ഓരോ വർഷവും 2 പേരെ തിരഞ്ഞെടുക്കും. അവരെ കോൺസൽ എന്ന് വിളിക്കുക. അവരാണ് പരമാധികാരികൾ. അന്ന് രാജാവില്ല. ആ കാലഘട്ടത്തിൽ റോമിൽ രാജാവില്ല. അത് റിപ്പബ്ലിക്കാണ്, റോമൻ റിപ്പബ്ലിക് എന്ന് പറയുക. റോമൻ റിപ്പബ്ലിക്കാണ്, റോമൻ എംപയർ അല്ല, റിപ്പബ്ലിക്കാണ് ആ കാലഘട്ടത്തിൽ. റോമൻ എംപയർ ആയിട്ട് വരുന്നത് കർത്താവിന്റെ കാലത്തോട് ചേർന്ന കർത്താവിന് മുമ്പ് BC 25-ലോ 27-ലോ മറ്റോ ആണ് അഗസ്റ്റസ് എന്ന് പറയുന്ന വ്യക്തി ആദ്യമായിട്ട് അദ്ദേഹത്തെ രാജാവായിട്ട്, രാജാവല്ല അതുപോലത്തെ സ്ഥാനം കൊടുത്ത് ആദരിക്കുന്ന അഗസ്റ്റസിനെ ആദരിക്കുന്നത് BC 27-ലാണെന്ന് തോന്നുന്നു. 27-ലോ 25-ലോ ആണ് അങ്ങനെ അഗസ്റ്റസിനെ രാജാവ്. അതുവരെ വാസ്തവത്തിൽ റോം എന്ന് പറയുന്ന റിപ്പബ്ലിക് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായ 2 പേരാണ് ഓരോ വർഷവും. അവരെ റോമൻ കോൺസിൽ എന്ന് പറയുക. റോമൻ കോൺസിൽ എന്ന് വെച്ചാൽ അതിലൊരാള് ഈ റോമൻ സാമ്രാജ്യം, ആ റിപ്പബ്ലിക് മുഴുവൻ ഭരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡും മറ്റേ ആള് മിലിറ്ററി ഹെഡുമാണ്. അങ്ങനെ 2 പേര്. അപ്പൊ റോമൻ കോൺസിൽ എന്ന് വെച്ചാൽ അവിടുത്തെ ഏറ്റവും വലിയ മിലിറ്ററി ഹെഡ് ഗായോസ് എന്ന് പറയുന്ന വ്യക്തി ആന്റിയോക്കസിനെ അലക്സാണ്ട്രിയ വന്ന് കണ്ടിട്ട് പറയും, നീ ഈജിപ്റ്റ് ആക്രമിക്കരുത്, തിരിച്ചു പോകാൻ പറയും. അപ്പൊ ആന്റിയോക്കസ് തന്റെ സ്വതസിദ്ധമായിരിക്കുന്ന വഞ്ചനാ മനോഭാവത്തിൽ പറയും ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറയും. അപ്പൊ ഗായോസ് എന്ന് പറയുന്ന വ്യക്തി തന്റെ ഭടന്മാരോട് പറയും, ഇയാൾക്ക് ചുറ്റും ഒരു സർക്കിൾ ഇടാൻ പറയും. എന്നിട്ട് ഈ സർക്കിൾ ഇട്ടിട്ട് ഈ ആന്റിയോക്കസിനോട് പറയും, ഈ സർക്കിളിന് വെളിയിൽ പോകുന്നതിന് മുമ്പ് നീ ഒരു ഉത്തരം തരണം. നീ ഉത്തരം തരാതെ വെളിയിൽ പോവുകയാണെങ്കിൽ വി വിൽ കൺസിഡർ ഇറ്റ് ആസ് എ വാർ അഗെയിൻസ്റ്റ് റോം. റോമിനോട് നീ എതിർക്കുന്നു എന്ന് പറയും എന്ന് ഈ ആന്റിയോക്കസിനോട് പറയും. അങ്ങനെ പറയുമ്പോൾ ആന്റിയോക്കസിന് വേറെ മാർഗമില്ലാതെ അദ്ദേഹം സമ്മതിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് വളരെ നിരാശനായി, വളരെ നിന്ദിതനായി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹമ്പിളായി അദ്ദേഹം അവിടുന്ന് പോവുക. അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്ക് വീണ്ടും എന്താ പ്രശ്നം? ഇതുവഴിയാ പോകുന്നത്, പലസ്തീനിൽ കൂടെ പോകുന്നത്. അപ്പോൾ ഈ ദേഷ്യത്തിലാ പോകുന്നത്. ദേഷ്യത്തിൽ പോകുമ്പോൾ ഇതിനു മുമ്പ് ഇവൻ മരിച്ചു പോയത് കൊണ്ട് ഇവര് ആഘോഷിച്ചൊക്കെ ഇവന്റെ മനസ്സിലുണ്ടല്ലോ അല്ലേ? അവൻ എന്ത് ചെയ്യും? വീണ്ടും എന്ത് ചെയ്യും? 30-ാം വാക്യത്തിൽ എന്താ ചെയ്യുക? വിശുദ്ധ നിയമത്തിന് നേരെ ക്രോധിച്ച് 3-4 മിനിറ്റ് കൊണ്ട് തീർക്കാൻ കേട്ടോ. 30-ാമത്തെ വാക്യം, കിത്തിൻ കപ്പൽ അവന്റെ നേരെ വരും, അതുകൊണ്ട് അവൻ വ്യസനിച്ച് മടങ്ങിച്ച് വിശുദ്ധ നിയമത്തെ ക്രോധിച്ച് പ്രവർത്തിക്കും. അവൻ മടങ്ങിച്ച വിശുദ്ധ നിയമത്തെ ഉപേക്ഷിക്കുന്നവരെ ആദരിച്ചു കൊള്ളും. എന്ന് വെച്ചാൽ അവൻ അവിടെ ചെന്നിട്ട് അവനെ ആദരിക്കുന്നവരെ അവൻ ആദരിക്കും, അല്ലാതെ അവൻ വീണ്ടും അവിടെ വലിയ നാശമുണ്ടാക്കും എന്നുള്ളതാണ് 30-ാം വാക്യം. ഇനി 31-ാം വാക്യം, അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്ന്, എന്ന് വെച്ചാൽ അന്ത്യോക്കസ് അയച്ച സൈന്യങ്ങൾ അണിനിരന്ന് വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമയാഗം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. അത് നമ്മൾ കണ്ടതല്ലേ? അന്ത്യോക്കസ് ചെയ്യുന്ന ഒന്ന്. അവരെന്താ ചെയ്യുന്ന ഒന്ന്? വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കും, നിരന്തര ഹോമയാഗം നിർത്തൽ ചെയ്യും, ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബം എന്ന് വെച്ചാൽ സയൂസ് എന്ന ഗ്രീക്ക് ദേവന്റെ ബിംബത്തെ ഈ ദേവാലയത്തിൽ അവൻ പ്രതിഷ്ഠിക്കും. 32-ാം വാക്യം, നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. എന്ന് വെച്ചാല് ഒരുപാട് പേര് അവന്റെ ഉപായത്തിൽ വീണുപോകും, അവരെ അവൻ വഷളാക്കും. ഒരുപാട് യഹൂദന്മാർ തന്നെ ഈ അന്ത്യോക്കസിന് അനുകൂലമായിട്ട് അവന്റെ ദൈവത്തെയൊക്കെ, കാര്യം യഹൂദന്മാർക്ക് വാസ്തവത്തിൽ ഈജിപ്തിൽ നിന്ന് അവർ അടിമകളായി വന്ന കാലം തുടങ്ങി തന്നെ ഈ ബിംബങ്ങളോട് അവർക്ക് വിരോധമില്ല കേട്ടോ. അവര് ബിംബങ്ങളെ ആരാധിക്കുന്നതിന് അവർക്ക് യാതൊരു വിരോധവും അനേകർക്കില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേര് അവനോട് ചേർന്ന് നിൽക്കും. അവൻ അവരെ വഷളാക്കും. എന്ന് വെച്ചാൽ അവരുടെ ഹിതത്തിനനുസരിച്ച് സത്യദൈവത്തിൽ നിന്നും അവരെ മാറ്റും. പക്ഷേ നമ്മൾ കണ്ടെന്താ
എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. മക്കാബേസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ച് നമ്മൾ മക്കാബേസ് വായിക്കുന്നുണ്ട്. അവര് അന്ത്യോക്യസിനോട് എതിർത്ത് നിന്നു. അതുകൊണ്ട് അന്ത്യോക്യസിനോട് അവര് എതിർത്ത് നിന്നിട്ട് വലിയ ഒളിപ്പോര് അവർ നടത്തി. നമ്മൾ 8-ാം അധ്യായത്തിൽ ആ വിഷയങ്ങൾ പഠിച്ചതാണ്. എന്നിട്ട് എന്തുണ്ടാവും വെച്ചാൽ അവസാനം അവര് ജയിക്കും. അങ്ങനെ മക്കാബിസ് ഈ അന്ത്യോക്കസിന്റെ കാലത്തിന് ശേഷം അവര് വാസ്തവത്തിൽ യെരുശലേം ദേവാലയത്തിലെ ആരാധന പുനഃസ്ഥാപിക്കും. അങ്ങനെയുള്ള ഒരുപാട് പേര് അവരോടുകൂടെ ഉറച്ചു നിൽക്കുന്നതും ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഇനി 33, 34, 35 വാക്യങ്ങൾ. ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും. എന്ന് വെച്ചാൽ അനേകര് ജനത്തോട് ഉപദേശിക്കും, സത്യദൈവത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഉപദേശിക്കും. മക്കാബേസ് ഒരു നല്ല ഉദാഹരണമാണ്. എങ്കിലും കുറെ കാലത്ത് അവർ വാൾ കൊണ്ടും തീ കൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ച കൊണ്ടും വീണുകൊണ്ടിരിക്കും. അങ്ങനെയല്ലേ എപ്പോഴും പെർസിക്യൂഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത്? ഇന്നും അങ്ങനെ തന്നെയാണ്. എന്താ ഉണ്ടാകുന്നത്? എന്തൊക്കെയാ? വാൾ കൊണ്ടും തീ കൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ച കൊണ്ടും. അതൊക്കെ വാസ്തവത്തിൽ ഇന്നും പെർസിക്യൂഷൻ ഉള്ള സ്ഥലത്ത് അങ്ങനെ തന്നെയാ. പീഡനമുള്ള സ്ഥലത്ത് വാൾ കൊണ്ട്, നമുക്കറിയാം ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ, വാൾ കൊണ്ട്, തീ കൊണ്ട്. ഗ്രഹാം സ്റ്റെയിൻസ് ഒക്കെ തീ കൊണ്ട് മരിച്ചവരല്ലേ അല്ലെ? പ്രവാസം കൊണ്ട് അനേകർ ഓടിപ്പോകാനിടയാവും, കവർച്ച കൊണ്ടും ഒക്കെ വീണുകൊണ്ടിരിക്കും. അങ്ങനെ അനേകർക്ക് സംഭവിക്കും. 34-ാമത്തെ വാക്യം, വീഴുമ്പോൾ അവർ അല്പസഹായത്തിൽ രക്ഷ പ്രാപിക്കും. എന്ന് വെച്ചാൽ അനേകരെ ദൈവം അനേകരെ വിടുവിക്കും. അനേകര് ഇങ്ങനെ വീണുപോകും. എന്ന് വെച്ചാൽ വാള് കൊണ്ടും ഒക്കെ അവര് വീഴുക എന്ന് നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ട്. എന്ന് വെച്ചാൽ അവര് ദൈവത്തെ അകന്നു പോയെന്നല്ല, അവരുടെ ജീവിതം അവർക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത രീതിയിൽ അവർ വരും. പക്ഷേ പല ആൾക്കാരെയും ദൈവം ആ സമയത്ത് എന്ന് വെച്ചാൽ താങ്ങിക്കൊള്ളും എന്ന അവരുടെ മരണത്തിൽ നിന്നൊക്കെ വിടുവിക്കും പലരെയും. എന്നാൽ പലരും കപടഭാവത്തോടെ അവരോട് ചേർന്നുകൊള്ളും. മക്കാബീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അങ്ങനെയുള്ള രണ്ടുപേരുടെ പേരാണ് ജോസഫ് എന്നും അസാറിയാസ് എന്ന് പറയുന്ന രണ്ടുപേരുടെ പേര് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അനേകരുണ്ട്. അവര് വാസ്തവത്തിൽ അവർക്ക് പേര് കിട്ടാനായിട്ട് അവർ ഈ സമയത്ത് ഇങ്ങനെ ഈ യഹൂദന്മാരുടെ മധ്യേ ദൈവത്തോട് നിലനിൽക്കുന്നവരോട് ചേർന്ന് നിൽക്കും. പക്ഷേ അവര് such were they who after their death were found with idols consecrated under their clothes. എന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ അവരുടെ തുണികളുടെ ഒക്കെ ഇടയിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ബിംബങ്ങളെ ആരാധിക്കുന്നവർ. പക്ഷേ അവര് സത്യദൈവത്തെ ആരാധിക്കുന്ന പോലൊക്കെ അങ്ങനെയുള്ള ആൾക്കാരും ആ കൂട്ടത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. മക്കാബീസിൽ നമുക്ക് അതിന്റെ ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. 35-ാമത്തെ വാക്യം, എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ട ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും. അവിടെ വീഴും എന്ന് പറയുമ്പോൾ ബുദ്ധിമാന്മാർ ചിലർ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതല്ല. നമ്മൾ 33-ാം വാക്യത്തിൽ കണ്ടതുപോലെ തന്നെ അവര് വാസ്തവത്തിൽ ഈ പേഴ്സിക്യൂഷനിൽ അവര് അതിനെ സധൈര്യം അതിജീവിക്കും. എന്ന് വെച്ചാൽ അവര് പലരും അവരുടെ ജീവിതത്തെ തന്നെ കൊടുക്കാനായിട്ട് ഇടയാകും. അതിനിവിടെ പറയുന്നത് എന്താ? പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിന്. അപ്പം അവരുടെ ജീവിതത്തിൽ ഒരു നിർമ്മലീകരണം അഥവാ ഒരു ശുദ്ധീകരണം സംഭവിക്കാനായിട്ട് അവർക്കുണ്ടായ പരിശോധന മുഖാന്തരമായി തീരും എന്നുള്ളത്. വാസ്തവത്തില് നിശ്ചയിക്കപ്പെട്ട കാലത്ത് മാത്രം അന്തം വരും. അവിടെ വീണ്ടും 35-ാം വാക്യം. ഇനി 36-ാം വാക്യം തുടങ്ങി അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് എന്ന് നമ്മൾ വിചാരിക്കുക. 35-ാം വാക്യം കൊണ്ട് അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ച് ഉള്ളതായിരിക്കുന്ന കാര്യങ്ങൾ തീർന്നു. വാസ്തവത്തിൽ നമ്മൾ ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കുന്നോ എന്നറിയുന്നത് എപ്പോഴാ? പരിശോധന വരുമ്പോഴല്ലേ. സന്തോഷമായിട്ട് ഒക്കെ വരുമ്പം നമുക്ക് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷേ നമുക്ക് പ്രശ്നം വന്നാൽ എത്ര പേര് ദൈവത്തിനോട് നിലനിൽക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ വിചാരിക്കും വേർപാടുകാരാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈജിപ്തിലും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ബ്രദറൻകാരൊന്നും അല്ല. ഈജിപ്റ്റ് കോപ്റ്റും ഒക്കെയുള്ള വ്യത്യസ്തമായിരിക്കുന്ന സഭാവിഭാഗങ്ങൾ. അവരൊക്കെ അവര് തന്റെ ജീവൻ തന്നെ ഈ കർത്താവിന് വേണ്ടി കൊടുത്ത നമുക്കറിയാം അനേക രാജ്യങ്ങളുണ്ട്. അവരാരും ബ്രദറൻകാരോ അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്നതായിരിക്കുന്ന വലിയ ഇങ്ങനെയുള്ളതായിരിക്കുന്ന സഭാവിഭാഗങ്ങളുള്ളവരല്ല. പക്ഷേ അവരുടെ വിശ്വാസത്തിന് വേണ്ടി നിലനിന്നവരാ. ദൈവം അവരെ ആദരിക്കും എന്നതിന് യാതൊരു സംശയമില്ല. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുക എന്താ? പരിശോധനയും ശുദ്ധീകരണം നിർമ്മലീകരണം സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും. എന്ന് വെച്ചാൽ പലരും ഈ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അവർ ദൈവത്തെ കളയും എന്നുള്ളതല്ല, അവര് ആ അനുഭവത്തിലൂടെ ഈ കഷ്ടതയും അതുപോലെ തന്നെ തീ കൊണ്ടും പ്രവാസം കൊണ്ടും വാൾ കൊണ്ടും ഒക്കെ
അവർക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ 36 വാക്യം തുടങ്ങി 11 അധ്യായത്തിന്റെ അന്തിക്രിസ്തു എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.